അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തുന്ന അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഇന്ന് നമ്മോടൊപ്പം പങ്കുവയ്ക്കുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് സിസ്റ്റർ ലിജി കൊച്ചുസാബു എന്ന് പറയുന്ന സഹോദരിയാണ്. തൻ്റെ ജീവിതാനുഭവം നമുക്കേവർക്കും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. തിരുവനന്തപുരം റീജിയണൽ കാൻസർ സെൻട്രൽ ഹോസ്പിറ്റലിൽ പ്രിയപ്പെട്ടവർ ആതുര സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആഴ്ചയിൽ 3 പ്രാവശ്യം അവിടെയുള്ള സാധുക്കളായ രോഗികൾക്ക് ആഹാരം വിതരണം ചെയ്യുന്നു. അതുപോലെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ വിവിധ മേഖലകളിൽ കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിപ്പാൻ ദൈവം അവരെ കുടുംബമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യം നമുക്ക് അവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയ സിസ്റ്റർ ലിജി കൊച്ചുസാബുവിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളു. എൻ്റെ പേര് ലിജി കൊച്ചുസാബുവിനാണ്. അരോമ ടി വിയിൽ കണ്ടു എല്ലാവർക്കും വേഗമന ക്രിസ്തേശുവിന്റെ നാമത്തിൽ അതിന്റെ സ്നേഹവന്ദനം പറയുന്നു. എൻ്റെ പേര് ലിജി കൊച്ചുസാബുവിനാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പോത്തങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് മനരകം വാർഡിൽ വേങ്ങോട് കട്ടിയാട് എന്ന സ്ഥലത്ത് താമസിക്കുകയാണ്. ഞാൻ ഒരു നായർ കുടുംബത്തിൽ നിന്ന് ജനിച്ച വ്യക്തിയാണ്. എൻ്റെ അച്ഛൻ്റെ പേര് രവീന്ദ്രൻ നായർ, അമ്മയുടെ പേര് ലളിത. എനിക്ക് ചേച്ചിയുണ്ട്, ചേച്ചിയുടെ പേര് രജി, പിന്നെ ഞാനും. എൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ അങ്ങനെ സന്തോഷപരമായി ജീവിച്ചു വരികയായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഒരു ക്ഷേത്രമുണ്ട്, മാടൻ കോവിൽ എന്ന് പറയുന്ന ക്ഷേത്രമുണ്ട്. അവിടെ വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ആ ക്ഷേത്രം. അവിടെ ഞങ്ങൾ പൂജയും കർമ്മങ്ങളും ചെയ്തിരുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു ഞാൻ. അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എനിക്കൊരു ശക്തി ലഭിക്കും എന്നാണ് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാർ എല്ലാവരും വിശ്വസിച്ചത്. അങ്ങനെ എന്നെ അവിടെ ഒരു ദേവിയെ പോലെ ആക്കി, അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രതിഷ്ഠ അവനിൽ നിന്ന് കിട്ടുന്ന ആ ശക്തി എനിക്ക് ഉണ്ടാവുമെന്ന് കുഞ്ഞുനാളിൽ തന്നെ എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ അച്ഛന്, എൻ്റെ അമ്മൂമ്മയ്ക്ക്, അപ്പൂപ്പനൊക്കെ അത് മനസ്സിലായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിച്ചത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചത്. ഞാൻ 1 മുതൽ 5 വരെ മണലകം സ്കൂളിലാണ് പഠിച്ചത്. അവിടെ നിന്നും പിന്നെ ഞാൻ 6 മുതൽ 10 വരെ തോണക്ക GSS ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ അതുപോലെ തന്നെ എല്ലാ മാസവും മലയാള മാസം 1-ാം തീയതി ഇപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന എനിക്കറിയാം, പണ്ടൊക്കെ ഉണ്ടായി 1-ാം തീയതി വീട്ടില് ഇഷ്ടപ്പെട്ട ഒരാളെ വിളിച്ചിരുത്തി കൈനീട്ടം കൊടുക്കുന്നത്. ഇത് നമ്മളെ ഈ ഏരിയ എന്ന് പറയാൻ തനി ഗ്രാമമാണ്. ഒരു സിറ്റിയായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു തനി ഗ്രാമമാണ്. വയലും 2 സൈഡും വനങ്ങളൊക്കെ ഉള്ള ഒരു സാധാ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ. അപ്പൊ ഇവിടെ ഈ അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിട്ടകൾ ഈ ദേശത്തുണ്ട്. അപ്പൊ ഈ ഏരിയയിലെ കുറച്ച് വീടുകളിൽ കൊണ്ടുപോകും. മാസം 1-ാം തീയതി എന്ത് ചെയ്യാൻ ആ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോയി ഇരുന്ന് ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും, ആ വീട്ടിൽ എല്ലാ അനർത്ഥ സംഭവങ്ങൾ മാറും എന്നും പറഞ്ഞ് എല്ലാ മലയാള മാസം 1-ാം തീയതി എൻ്റെ വീട്ടിന്റെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് വീടുകളിൽ കൊണ്ടിരുത്തും. അവിടെ കൊണ്ടിരുത്തി അവരപ്പം കഴിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും കുറച്ച് പൈസ തരും, ഇത് വീട്ടിൽ പോകും. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ വീടിന് ചുറ്റുമുള്ളവർക്ക് രാവിലെ എന്നെ കണി കാണണം. എന്നെ കണി കണ്ടു കഴിഞ്ഞാൽ അവർ അന്നത്തെ ദിവസം അവർ കണിക്ക് ഉപയോഗിക്കും. അങ്ങനെ എല്ലാ ദിവസവും ഞാൻ കണ്ടിന്യൂ ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ പഠിക്കാൻ പോകും. പക്ഷെ എനിക്ക് പഠിക്കുന്നതിന് താല്പര്യമേ ഇല്ലേന്. കാരണം ഈ പൈസ കിട്ടുമ്പോൾ എനിക്ക് മുട്ടായി വാങ്ങിക്കുക, അല്ലെങ്കിൽ കൊച്ചു കൊച്ചു ആവശ്യങ്ങൾ നടത്തുക, എനിക്ക് അങ്ങനെ ഒരുങ്ങുക, അല്ലെങ്കിൽ അങ്ങനെ ആ മോഡേണായി നടക്കുക, അല്ലെങ്കിൽ അന്ന് തൊട്ടേ എനിക്ക് എന്താണ് കൂട്ടുകെട്ടുടെ കൂടെ പോവുക, അല്ലെ പഠിക്കുന്നതിൽ എനിക്ക് ഒരു താല്പര്യം ഇല്ലാത്ത വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ തോണയ്ക്ക സ്കൂളിലോട്ട് 5-ാം ക്ലാസ് കഴിഞ്ഞ് മലയാളം സ്കൂളിൽ TC വാങ്ങിച്ച് 6-ാം ക്ലാസ് തോണയ്ക്ക സ്കൂളിലോട്ട് പോയി തുടങ്ങിയ ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ സ്വഭാവത്തിന് മാറ്റം വരാൻ തുടങ്ങിയത്. അതുവരെ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും എന്നെ പറയുന്നത് കേട്ട്, അല്ലെങ്കിൽ എൻ്റെ ചേച്ചി പറയുന്നത് കേട്ട്, എൻ്റെ അപ്പൂപ്പനും അമ്മമ്മയൊക്കെ പറയുന്നത് കേട്ട് ഞാൻ വളർന്ന വ്യക്തിയായിരുന്നു. പക്ഷെ എൻ്റെ തോന്നിയ സ്കൂളിൽ പോയ ശേഷം ഞാൻ
എന്തോ അവളെ തൊട്ട് പുതിയ പുതിയ കൂട്ടുകാരെ കിട്ടാൻ തുടങ്ങി. കൂട്ടുകാരെന്ന് പറയുന്നത് എല്ലാം ചിന്തിക്കും പെൺകൊച്ചല്ലേ പെൺകൂട്ടുകാർ, പക്ഷെ എനിക്ക് ഒരു പെൺകുട്ടിയെ ഒരു പെൺകൂട്ടുകാരിയല്ലോ അല്ലെങ്കിൽ ഗേൾസ് ആയിട്ട് ഒരു കൂട്ടുകാരി എനിക്കില്ലേന്. എനിക്ക് പിന്നെ കൂട്ടുകാരത്തെയും ബോയ്സ് ആയിരുന്നു. ആ പാവം പയ്യന്മാരുടെ കൂടെ അവര് പറയുന്ന സ്ഥലത്ത് പോകുക അല്ലെങ്കിൽ അവരുടെ കൂടെ ആയിരുന്നു എന്റെ മുഴുവൻ സമയവും. എന്നുവെച്ചാൽ രാവിലെ സ്കൂളിൽ പോകേണ്ടി വീട്ടിൽ നിന്ന് 8:30 ആകുമ്പോ ഇറങ്ങും. 10 മണിക്കാണ് മുമ്പൊക്കെ സ്കൂളിൽ ബെല്ലടിക്കുന്നത്. അപ്പൊ ഈ 8:30ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്കൂളിൽ ഏകദേശം 9-9:15 സ്കൂളിൽ എത്തും. പക്ഷെ അതിന് ശേഷം എന്താണ്, പിന്നെ അവര് പറയുമ്പോൾ ഇടയ്ക്ക് കുളങ്ങളാണ്, കുളത്തിൽ പോയി മീൻ പിടിക്കുക, അല്ലെങ്കിൽ അവരെ കൂടെ അങ്ങ് ചെലവഴിച്ചിട്ട് അപ്പൊ ഈ കിട്ടുന്ന പൈസ എന്തുണ്ട്, ഈ 1-ാം തീയതി അപ്പൊ കിട്ടുന്ന പൈസകളുണ്ട്, ആ പൈസയും കൊണ്ടാണ് മുട്ടായി വാങ്ങിക്കും, സിപ്പപ്പ് അങ്ങ് ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് അവരുടെ കൂടെ സമയം ചെലവഴിക്കുക. അവർ ഉച്ചയ്ക്ക് ചോറ് സ്കൂളിന് കിട്ടും. ആ സ്കൂളിന് കിട്ടുന്ന ചോറും കഴിച്ച് വീണ്ടും പയ്യന്മാരുടെ കൂടെ ഇങ്ങനെ പോകും. അപ്പൊ എന്നെ സ്കൂളിൽ മിക്ക ദിവസവും എന്റെ പേരൻസിനെ വിളിക്കും. ലിജിയുടെ അച്ഛനും അമ്മയല്ലേ ഒന്ന് സ്കൂളിൽ വരണോ, ഇതെന്താ ഈ കുട്ടി ഇങ്ങനെയാണ്, എപ്പോഴും ബോയ്സുമായിട്ടാണ് കൂട്ടുക, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ സ്വഭാവം എന്ന് വെച്ചാൽ ടീച്ചർമാർ പറയുമ്പോഴോ അല്ലെങ്കിൽ സാറുമാർ പറയുമ്പോഴോ ഒന്നും ഞാൻ കേൾക്കാറില്ലായിരുന്നു. ഞാൻ പറഞ്ഞ പഠിത്തത്തിന് ഭയങ്കര വീക്കായിരുന്നു. അവര് പറയാൻ ഒന്നും കേൾക്കാറില്ല. അങ്ങനെ പിന്നെ അമ്മ ചോദിച്ചു, അമ്മ എന്താ ചോദിക്കും, എന്താണ് എന്റെ സ്വഭാവം ഇങ്ങനെ, നിനക്ക് എന്താണ് ഇങ്ങനെ, നീ ഇങ്ങനെ അല്ലേ എന്നല്ല എപ്പോഴും ചോദിക്കും. ഞാൻ പറയും എന്റെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് ഞാൻ പറയും. അങ്ങനെ ഞാൻ ഈ പൂജ ചെയ്തുകൊണ്ടിരിക്കും. മാടക്കോഴി പൂജ ചെയ്യുമ്പോഴും ഇതൊക്കെ ചെയ്യുന്ന സമയത്തും എന്റെ ജീവിതത്തിൽ സമാധാനം എന്താ ഞാൻ അറിഞ്ഞില്ലേന്ന്. സന്തോഷാവട്ടെ സമാധാനം ആവട്ടെ ഒന്നുമില്ല. അവര് ഇങ്ങനെ പൂജ ചെയ്യാൻ പറഞ്ഞു തരും, അതേപോലെ ചെയ്യും. വീണ്ടും വീട്ടിൽ വന്ന് വീണ്ടും വീട്ടിൽ വിഷയം ഉണ്ടാകും. കാരണം വിഷയം എന്ന് വെച്ചാൽ എന്റെ ഇഷ്ടത്തിന് എന്നെ വിടണം. അതാണ് എന്റെ മെയിൻ ഇതെന്ന് പറയുന്നത്. ഞാൻ ഒരു ആ പയ്യന്മാരുടെ കൂട്ടുകൂടി അവസാനം ഞാൻ ഞാൻ ഒരു ആണിന്റെ രീതി വെച്ചാൽ പവന്മാര് എപ്പോ വീട്ടിൽ കയറും ആ സമയത്ത് ഞാൻ വീട്ടിൽ വരുള്ളൂ. അങ്ങനെ ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ സ്വഭാവം കൊണ്ട് പഠിച്ചു 9-ാം ക്ലാസ്സിൽ എത്തി. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഏകദേശം ഒരു ഓണ എക്സാം കഴിഞ്ഞ ഒരു വെക്കേഷനിൽ ഞാൻ ഇങ്ങനെ പയ്യന്മാര് ഇവിടെ പോണ്, പൊന്മുടി പോണ് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ചെല്ലാൻ പറഞ്ഞ സമയത്ത് അപ്പൊ എനിക്ക് പൈസ എല്ലാം കൂട്ടി വെച്ചേക്കാണ്. അപ്പൊ അവരെല്ലാം കാറ് പിടിച്ചാണ് പോകുന്നത്. ആ കൂട്ടുകാരെല്ലാവരും കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു തന്നെ ഗ്രാമമാണ്, ഇവരൊക്കെ ഭയങ്കര എന്റെ പെമ്പിളാകുമ്പോൾ ഒരുമിച്ച് പോകാൻ ഇഷ്ടാത്ത കാര്യമാണ്, ആമ്പിളും മിണ്ടാൻ പാടില്ല. എന്റെ അച്ഛന്റെ അമ്മയിലും ഇതിന് വെച്ചാൽ എന്നെ ആമ്പിളും മിണ്ടാൻ പാടില്ല, ആമ്പിളും സംസാരിക്കാൻ പാടില്ല, അമ്മയുടെ കൂട്ടുകൂടാൻ പാടില്ല. അങ്ങനെ ഒരു പൊക്ക എന്താ ഒരു ഗ്രാമമാണ്. ആമ്പിളും മിണ്ടി അവര് പെണ്ണിന്റെ ജീവിതം പോയിന്ന് ചിന്തിക്കാൻ തന്നെ ഒരു ഗ്രാമമായിരുന്നു. അങ്ങനെ അങ്ങനെ അന്ന് എന്റെ അമ്മ പറഞ്ഞ് നീ പോകാൻ പറ്റൂല, പോകാൻ പാടില്ല, നീ അങ്ങനെ പോലും അത് വിഷയമാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പാടില്ല, നീ അമ്മയെ മോളാണ് എന്നൊക്കെ അമ്മ പോയി ഉപദേശിച്ചു. അന്ന് ഞാൻ സത്യം ഒരു പെൺമക്കളും ഒരു അമ്മയോടും കാണിക്കാൻ പാടില്ലാത്തത് അല്ലെങ്കിൽ കാണിക്കാൻ പാടില്ലാത്ത കാര്യം എന്റെ അമ്മയോട് കാണിച്ചു. വേറൊന്നുമല്ല, എന്റെ അമ്മയെ ഞാൻ കൊല്ലാൻ നോക്കി. ഇന്ന് എന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. എന്റെ അമ്മയുടെ കഴുത്തിൽ പിടിച്ച് ഞാൻ ഞെക്കി പറഞ്ഞ് എന്നെ വിട്ടിട്ട് ഞാൻ നിങ്ങൾ കൊന്നിട്ടെങ്കിൽ ഞാൻ പോകുമെന്ന് പറഞ്ഞ് എന്റെ അമ്മയെ കഴുത്തിൽ പിടിച്ച് ഞെക്കി കൊല്ലാൻ നോക്കി. കൊല്ലാതെ നല്ല രീതിയിൽ ശ്വാസം മുട്ടി കണ്ണൊക്കെ പുറത്തോട്ട് തള്ളി. ഇന്ന സമയത്താണ് എന്റെ ചേച്ചി ഓടി വരുന്നത്. ചേച്ചി എന്തോ അന്ന് ഇവിടെ പോയിട്ട് കടയിൽ എന്തോ പോയിട്ട് വരുന്ന സമയത്ത് ഇതാണ് എന്റെ ചേച്ചി കാണുന്നത്. അപ്പൊ ചേച്ചി ഉടനെ എന്നെ പിടിച്ച് വിട് 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 ലിജി വിട് ലിജി വിട് ലിജി എന്ന് പറഞ്ഞ് അപ്പൊ സത്യം പറഞ്ഞ ആ സമയത്ത് എന്റെ ശരീരത്തിൽ പ്രത്യേക എന്താണ് ഒരു ശക്തി ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ അല്ലാതെ ഒരിക്കലും എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എന്റെ അമ്മയെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. കാരണം അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. കാരണം എന്റെ ഇഷ്ടത്തിന് ആരും തടസ്സം നിൽക്കാൻ പാടില്ല. അതായത് എന്റെ ഇത്. അങ്ങനെ അമ്മ പെട്ടെന്ന് ബോധം കെട്ടി വീഴുന്നു. ഉടനെ തന്നെ ചേച്ചി അടുത്ത് ഒരു ആട്ടോ ഓട്ടിക്കുന്ന ചേട്ടനെ വിളിച്ച് ഉടനെ അമ്മയെ ആശുപത്രി കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷെ എന്നിട്ട് അമ്മയെ കൂടി ഞാൻ പോയില്ല. അതിനുശേഷം ഞാൻ നേരെ അങ്ങ് പയ്യമ്മോടെ കൂടെ പോയി. പക്ഷെ പൊന്മുടി പോയില്ലേ, ലേറ്റായി. തിരിച്ച് രാത്രി ഒരുപാട് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. എന്റെ അമ്മ ആശുപത്രി കിടന്നതോ എന്റെ അമ്മ ആശുപത്രി കൊണ്ടുപോയപ്പോ കൂടെ പോകണമെന്ന് എനിക്കൊരു മനസ്സും ഇല്ലേനും, എനിക്ക് തോന്നിയിട്ടേ ഇല്ലേനും. അന്ന് ഞങ്ങള് മ്യൂസിയത്ത്, ശംഖുമുഖത്ത്, കോവളത്ത് അവിടെയൊക്കെ ഞാൻ പോയി ആഘോഷിച്ച ശേഷം ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ ഏകദേശം 7:30-8 മണി കഴിഞ്ഞപ്പോ ഞാൻ വീട്ടിൽ എത്തിയപ്പോ വീട്ടില് അമ്മയെ കൊണ്ടുവന്നു. ലൈറ്റ് ഒന്നും ഇല്ല, ഫുള്ള് ഇരുട്ടായി കിടക്കും. ഞാൻ കതക് തുറന്ന്
ലൈറ്റൊക്കെ ഇട്ട് നോക്കിയപ്പോൾ ആരും ഇല്ല. അങ്ങനെ തൊട്ട് താഴത്തെ മാമിയുണ്ട്, മോളിന്ന് പറയാം. ആ മാമിയെ ചോദിച്ചപ്പോൾ നിന്റെ അമ്മ ആശുപത്രിയിലാണ്, ഇതേ വന്നില്ല എന്നൊക്കെ പറഞ്ഞു. നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചത്, നിന്റെ അമ്മയില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ എന്റെ അമ്മേനല്ല, എനിക്ക് അമ്മയെ ഇഷ്ടമല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞ്. അവര് പറഞ്ഞൊന്നും കേൾക്കാൻ എനിക്ക് ഉൾക്കൊള്ളാൻ, അത് എനിക്ക് കേൾക്കാൻ ഇഷ്ടമല്ലായിരുന്നു. എന്റെ അമ്മയെ വാക്ക് അന്നേ എനിക്ക് അമ്മയെ വാക്ക് ധിക്കരിക്കും. എനിക്ക് എന്റെ ഇഷ്ടം, എനിക്ക് എന്താണ് ചെയ്യാൻ തോന്നുന്നത് അത് ഞാൻ അപ്പം ചെയ്യും. അത് മറ്റുള്ളവർക്ക് എത്ര വേദനിക്കുന്നുണ്ടോ, എനിക്ക് എത്ര സങ്കടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ നിന്റെ അമ്മ എന്ന ചിന്ത എനിക്ക് ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുന്നോട്ട് പോയി അത് ഞാൻ പിറ്റേ 3 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന്. വീട്ടിൽ കൊണ്ടുവന്ന ശേഷം ഞാൻ എൻ്റെ അമ്മയത്ത് സംസാരിക്കാറേ ഇല്ല. അമ്മയത്ത് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ലായിരുന്നു. അമ്മ അപ്പൊ എന്റെ സംസാരിക്കാൻ വന്നാൽ പോലും ഞാൻ അമ്മയത് മിണ്ടത്തില്ല. അമ്മ എൻ്റെ തന്നെ സംസാരിക്കാൻ വരുമ്പോൾ ഞാൻ കതവ് കുറ്റിയിട്ട് റൂമിൻ്റെ അകത്ത് കയറിയിരിക്കും. അച്ഛൻ അതുപോലെ, അച്ഛൻ പാവമാണ്, അച്ഛനെ സ്നേഹിക്കാനേ അറിയാവൂ. എല്ലാവരും പറയും അച്ഛന്മാരെ ശിക്ഷിക്കണം, എൻ്റെ അച്ഛനെ സ്നേഹിക്കാനേ അറിയാം, അത്ര പാവം എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത്. അച്ഛന് പറയും മക്കളെ നിന്റെ അമ്മ നിനക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. അപ്പൊ ഞാൻ എൻ്റെ ഉള്ളില്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, എൻ്റെ ചേച്ചിനെ ഇഷ്ടമുള്ളു, ഞാൻ കറുത്തിരിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ കാണാൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെ. അതുകൊണ്ടാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ചേച്ചിയെ ഇഷ്ടം എന്ന് ഞാൻ സ്വയം എന്നെ ചിന്തിച്ച് എൻ്റെ അച്ഛനോടും എൻ്റെ അമ്മയോടും എൻ്റെ കൂടപ്പിറപ്പിനോടും ദേഷ്യമായി എനിക്ക് അവരാരെന്ത് പറഞ്ഞാലും എനിക്ക് അത് ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ് ഉൾക്കൊള്ളാൻ മൈൻഡ് എനിക്ക് ഇല്ലേന്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എന്തെങ്കിലും സമാധാനം ഇല്ല, വീട്ടിൽ കയറാൻ ഇഷ്ടമല്ല. വീട്ടിൽ കയറാൻ ഇരിക്കുകയാണെങ്കിൽ ഞാൻ സിനിമ കാണാൻ വേണ്ടി പോകും. ഓരോ ദിവസം ഓരോ സിനിമ തിയേറ്ററിൽ അല്ലെങ്കിൽ കറങ്ങാൻ വേണ്ടി ഓരോ സ്ഥലത്ത് പോകും. ഒരിക്കൽ ഞാൻ ഇങ്ങനെ പോയ സമയത്ത്, ശംഖുമുഖത്ത് പോയ സമയത്ത്, ഞങ്ങൾ പയ്യന്മാരാണ് പോയത്, പയ്യന്മാർ കൂടി ഞാനും പോണത്. ശംഖുമുഖത്ത് പോയ സമയത്ത് ഒരു പോലീസ് 2-3 പോലീസുകാർ ഒന്ന് ചോദിച്ചു. അപ്പൊ നമ്മളന്ന് കുഞ്ഞുങ്ങളല്ലേ, അപ്പൊ കൊച്ചു പിള്ളേരാണ്. അപ്പൊ ചോദിച്ചു കുറെ ഒരു 9-10 പേര്, ഞങ്ങൾ 10, എന്നെ കൂടെ 11 പേര്, 10 ആമ്പിള്ളേർ കൂടെ ഒരു പെണ്ണായി ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ചോദിച്ചു നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, എന്താണ് ഇവിടെ വന്ന കാര്യം, എന്താണ്, മോൾ ഒറ്റയ്ക്കേ ഉള്ള നിങ്ങൾ ഇത്രയും. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്റെ ഫ്രണ്ട്സാണ്, എന്റെ കൂട്ടുകാരാണ്, അത് പേരൻസ് ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. അന്ന് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, 14 വയസ്സേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ പാരൻസ് പറഞ്ഞിട്ട് തന്നെ വന്നത്. അപ്പൊ അവര് ചോദിച്ചു എന്താണ്, കുറച്ച് സംസാരിച്ചു, അങ്ങനെ ചെയ്യില്ല, നിങ്ങൾ മോള് വീട്ടിൽ പോകാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ ഇങ്ങനെ വന്നായിരുന്നു. അതിനുശേഷം ഞാൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതി. 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിട്ട് എന്തായാലും ഞാൻ ജയിക്കാൻ വേണ്ടി എഴുതിയിട്ടില്ല, പഠിച്ചെങ്കിൽ ഞാൻ ജയിച്ചാണ്, സത്യമാണ്. കാരണം അത്രമാത്രം റിസൾട്ട് വന്നപ്പം ഞാൻ തോറ്റു. പക്ഷെ തോക്കാൻ കാരണം ഒരു വിഷയമാണ് പോയത്, ഹിന്ദി. ബാക്കി എല്ലാത്തിനും നല്ല മാർക്കായിരുന്നു. പക്ഷെ അതും കൂടെ ഒന്ന് പഠിച്ചെടുത്തെങ്കിൽ എനിക്ക് ജയിക്കാൻ പറ്റും. പക്ഷെ എനിക്ക് അന്ന് പഠിക്കുന്ന ചിന്തയൊന്നും ഇല്ലേന്. ഇങ്ങനെ കറങ്ങി നടക്കുക, ഇങ്ങനെ എൻജോയ് ചെയ്ത് ജീവിക്കുക, സമാധാനം കിട്ടാൻ വേണ്ടി എന്താണ് കടപ്പുറങ്ങളിൽ പോവുക, മ്യൂസിയത്തിൽ പോവുക, സിനിമ കാണുക. സമാധാനം ഇല്ല. എന്ത് ചെയ്തിട്ടും ഞാൻ പൂജകൾ ചെയ്യും, അതിനൊന്നും ഒരു സമാധാനം ഇല്ല. രാവിലെ അടുത്ത് ശിവക്ഷേത്രമുണ്ട്, ആയിരവള്ളി ശിവക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്രത്തിൽ പോയി എന്റെ പേരിൽ അർച്ചന കഴിപ്പിക്കും, എന്റെ ശത്രു സമുദായം എല്ലാം നടത്തിയിട്ട് വരും. പക്ഷെ എന്റെ ജീവിതത്തിൽ എന്താണ് സമാധാനം ഇല്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല. എന്റെ അമ്മ പറഞ്ഞു എന്തിന്. അതിനുശേഷം ഇതിനു മുമ്പ് ഞാൻ കുഞ്ഞില്ലേ, എനിക്കൊരു 3-4 വയസ്സായ സമയത്ത് എനിക്ക് ഫിക്സ് വരുമെന്ന്. ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് അച്ഛനാണെങ്കിൽ എന്റെ ഭയങ്കര സ്നേഹമാണ്, അച്ഛനെ അച്ഛൻ അടിക്കേയില്ല, അത്ര സ്നേഹമാണ്. ഈ ഫിക്സ് കൊണ്ടുകൊണ്ട് അച്ഛൻ ഭയങ്കര വിഷമമാണ്. അങ്ങനെ ഫിക്സ് കൊണ്ടുകൊണ്ട് ഇങ്ങനെ 13. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു അത് അമ്മയുടെ ചേച്ചി 2 പേര് കുഞ്ഞായിരുന്ന സമയത്ത് മരിച്ചുപോയി. അപ്പൊ അവരെ കന്യാച്ചാവ, അങ്ങനെ എന്തോ പറയും, കന്യാച്ചാവിന്റെ ശല്യം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഫിക്സ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ്. എനിക്ക് അങ്ങനെ കുറെ നൂലുകൾ, കുറെ ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ പോയി, കുറെ യക്ഷിയമ്മൻ കോവിലൊക്കെ പോയി, കുറെ കറുത്ത നൂല് ജപിച്ച് കെട്ടിട്ട് പോയി. ഇത് കൊണ്ട് നിനക്ക് അസുഖം മാറും, ഇത് മാറ്റം വരും എന്ന് പറഞ്ഞ് അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അതിലൊന്നും ഒരു മാറ്റവും വന്നില്ല. അതിനുശേഷം എന്റെ അമ്മ ഇങ്ങനെ 10ാം ക്ലാസ് പരീക്ഷ എഴുതി ഇങ്ങനെ റിസൾട്ട് വരുന്ന തലേദിവസം ഈ പയ്യന്മാരെല്ലാം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ബാലമണിജി നമുക്ക് ഇന്ന് മറ്റേ റിസൾട്ട് വരും, അത് നമുക്ക് ഒന്നും അടിച്ചു പൊളിക്കാൻ, പിന്നെ നമ്മൾ കാണത്തില്ലെന്ന് പറഞ്ഞു. കാണാൻ പറ്റുമോ ഇല്ലെന്ന് അറിയില്ല, വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും അന്ന് പോകാൻ നേരത്ത് എന്നെ വീട്ടിൽ പൂട്ടിയിട്ട്, എന്റെ അമ്മ സമ്മതിച്ചില്ല, അമ്മ പോകാതെ എന്നെ റൂമിൽ പൂട്ടിയിട്ട്. അന്ന് ഇവിടെ ഇരുന്ന ടി വി ഉണ്ടായിരുന്നു, ഒരു കൊച്ചു പഴയ TV, അത് ഇസ്തിരി പെട്ടി, ടോർച്ച് എല്ലാം ഞാൻ വീട്ടിൽ നശിപ്പിച്ച് അടിച്ചു പൊട്ടിച്ചിട്ട് ഞാൻ 2 കൈയിലും ഞരമ്പ് മുറിച്ച് മരിക്കാൻ
രക്ഷിക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്ത്. കുറെ കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂർ 3/4 ഈ സൗണ്ട് കേട്ടിട്ട് അമ്മ മൈൻഡ് ചെയ്തില്ല. പിന്നെ കുറെ കഴിഞ്ഞ് അരമണിക്കൂർ 3/4 കഴിഞ്ഞപ്പോൾ അമ്മ എന്നെ ഒന്ന് വിളിച്ചിട്ട് അനക്കോല ആവിയില്ല, ജന്നൽ വഴി എത്തി നോക്കി. ജന്നൽ അടമാനം ഇല്ലാത്ത ജന്നലാണ്. അപ്പൊ ആ ജന്നൽ വഴി എത്തി നോക്കിയപ്പം കൈ മുറിച്ച് ഇങ്ങനെ ബെഡുമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന അമ്മ കാണും. പെട്ടെന്ന് അമ്മ നിലവിളിച്ച് താഴ്ന്ന് മാമനും മുരളിയാമനും മോളിയാമയും എല്ലാരും എത്തി ആൾക്കാരെല്ലാം കൂടി എന്നെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ആദ്യം അടുത്തുള്ള വലിയകുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ ICU ഞാൻ 5 ദിവസം കിടന്ന്. പക്ഷേ സുഖത്തെ ദൈവത്തിന് അറിയാം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സാക്ഷി ഇപ്പൊ സുഖതിയെ അടിയൻ ഇങ്ങനെ ആക്കിയത്, മരണത്തെ ഏൽപ്പിക്കാൻ ഇവിടെ ആക്കിയതിന് വലിയ അത്ഭുതം നിങ്ങൾ സാക്ഷ്യം പറയാനാണ്. അങ്ങനെ ആത്മഹത്യ 5 ദിവസം ഞാൻ ICU കിടന്ന്, ഒരാഴ്ച ഞാൻ മെഡിക്കൽ കോളേജിൽ കിടന്നു. പക്ഷെ അന്നൊന്നും ഈ കേസ് എടുക്കുക അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഞാൻ അതായത് എന്റെ 15 വയസ്സ് 2004 ഞാൻ 10ാം ക്ലാസ്, 2003 2004 ഞാൻ 10ാം ക്ലാസ് എഴുതുന്നത്. അന്ന് ഇങ്ങനത്തെ കേസിന്റെ എടുക്കുന്ന കാര്യമൊന്നും അങ്ങനത്തെ വാല്യൂ ഇല്ലേന്ന് തോന്നുന്നു. പക്ഷെ അന്ന് കേസൊന്നും ആരും എടുത്തില്ല, പോലീസുകാർ സംസാരം ഉണ്ടായില്ല. അങ്ങനെ ഞാൻ ഒരാഴ്ച ആശുപത്രി കിടന്ന് വീട്ടിൽ വന്നിട്ട് എന്റെ സ്വഭാവത്തിന് മാറ്റവും ഇല്ലായിരുന്നു. മാറ്റിയില്ലെന്ന് വെച്ചാൽ എന്റെ അമ്മ മിണ്ടത്തില്ലെന്ന് പറഞ്ഞു. ഒരു വർഷം എന്റെ അമ്മ എന്നോടും സംസാരിച്ചില്ല, ഞാനും സംസാരിക്കാറില്ല. അച്ഛന് മാത്രമേ കോണ്ടാക്ട് ആയുള്ളൂ. പിന്നെ അച്ഛൻ്റെ സംസാരിക്കും, അത് വല്ലപ്പോഴും ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം. പിന്നെ കിട്ടുന്ന പൈസ ഞാൻ ഇല്ലെങ്കിൽ 1-ാം തീയതി ഇരുന്ന് ആ കിട്ടുന്ന പൈസ ഞാൻ ചെലവാക്കിക്കൊണ്ടിരുന്നു. അവന് ശേഷം ഞാൻ തയ്യൽ പഠിക്കണമെന്ന് പറഞ്ഞ് ഞാൻ തയ്യൽ പഠിക്കാൻ വേണ്ടി പോയി. തയ്യൽ 6 മാസം ഞാൻ വാളക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് തയ്യൽ പഠിച്ചു. തയ്യൽ പഠിച്ച സമയത്ത് തയ്യൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തയ്യൽ പഠിച്ചു 6 മാസം കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ചെയ്ത് എന്റെ സർട്ടിഫിക്കറ്റും കിട്ടിയായിരുന്നു. ഞാൻ ഇവ മിഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അച്ഛൻ്റെ അടുത്തോണ്ട് അച്ഛൻ എനിക്ക് മിഷൻ വേണം, ഈ മിഷൻ എടുത്ത് തന്നെ പറ്റുള്ളൂ, ഞാൻ തയ്യൽ പഠിച്ച് എനിക്ക് ജോലി ചെയ്ത് തയ്യൽ തയ്ക്കാൻ വേണ്ടി മിഷൻ എടുത്തു തന്നെ. അപ്പൊ അച്ഛൻ പറഞ്ഞു പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല, അത് ഇനി അമ്മയത്ത് പറ, അമ്മ ചിട്ടിയൊക്കെ ഉണ്ടല്ലോ, അമ്മയത്ത് പറഞ്ഞ് അമ്മ പൈസ എടുത്തു. ഞാൻ പറഞ്ഞു ഇല്ല പറ്റത്തില്ല, ഞാൻ അമ്മയത്ത് മിണ്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അണ്ണ എൻ്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞാൻ വിഷയം ഉണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ, ഷിബു എന്ന് പറയാം, ആ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി. അവരുടെ ആന്റിയുടെ കൂടെയും അവരുടെ കൂടെയും സംസാരിച്ച് അന്ന് ഫുള്ള് അവരുടെ കൂടെയാണ്. അങ്ങനെ അന്ന് വീട്ടിൽ എൻ്റെ അമ്മ പറഞ്ഞ് ഇനി എനിക്ക് ഇങ്ങനത്തെ മോളും ഇല്ല, ഇങ്ങോട്ട് അമ്മയും ഇല്ല, ഞാൻ ചത്താ പോലും ഈ കോമ്പൗണ്ടിൽ കയറാൻ പാടില്ല, ഈ വീട്ടിൽ എന്നെ അന്ന് ഇറക്കി വിട്ടു. ദൈവമക്കളെ അന്ന് ഇറക്കി വിട്ടപ്പോ എനിക്ക് സന്തോഷമായി. കാരണം സ്വാതന്ത്ര്യമായി, ഇനി ആരെയും പേടിക്കണ്ട, ആർക്കും കണക്ക് കൊടുക്കണ്ട, എപ്പൊ കയറണോ എന്ത് ചെയ്യണോ ഒന്നും. സത്യം ദൈവമേ, അന്ന് ഞാൻ ചിന്തിച്ചു ഈ ലോകത്ത് ഞാൻ എന്നെപ്പോലെ ഇത്രയും ബുദ്ധിയുള്ള പെണ്ണ് വേറെ ഇല്ല. പക്ഷെ ഞാൻ മന്ദബുദ്ധിയാണ്, പിന്നെ എനിക്ക് അറിയാൻ പറ്റിയത്. സത്യം പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ജീവിച്ച് വന്നുകൊണ്ടിരിക്കുകയും വന്ന സമയത്താണ് ഞാൻ പിന്നെ ആറ്റിങ്ങൽ സ്വയംവര 6ൽ സെയിൽസ് ഗേളായി ഞാൻ 3 വർഷത്തോളം പോയി. അവിടെ വെച്ചാണ് ഞാൻ എന്റെ ചേട്ടൻ കൊച്ചുസാബു ചേട്ടനെ ഞാൻ കാണുന്നത്. അവിടെ സെയിൽസ് ഗേളായിട്ട് നിൽക്കുമ്പോൾ നിന്ന് 2 വർഷം കഴിഞ്ഞ് അപ്പൊ എന്റെ അനിയ അവിടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. കാരണം ഞങ്ങൾക്ക് വീട്ടുകാർ ഇഷ്ടമല്ല, അതാണ് ഒന്നാമത്തെ കാര്യം. വീട്ടുകാർ ഇഷ്ടം ഞാനും അമ്മയായിട്ട് എപ്പോഴും ഉടക്കാണ്, സംസാരിക്കത്തില്ല, പിണക്കവും. എപ്പോ നോക്കി അമ്മ ഉപദേശം ഈ ഉപദേശം കേൾക്കാനതേ ഇഷ്ടമല്ല. അമ്മ 1 പറഞ്ഞ് കൂടെ 9 പറയും. അങ്ങനത്തെ ഒരു എന്നുവെച്ചാൽ എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്റെ അമ്മ എപ്പോഴും പറഞ്ഞു ഇങ്ങനത്തെ പെണ്ണിന് എന്റെ ദൈവം തന്നെ അങ്ങനെ ചത്തെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടാൽ എന്റെ അമ്മയെ വായോണ്ട് ഒരുപാട് വട്ടം ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ എന്റെ അമ്മയും അച്ഛനും അതുപോലെ തന്നെ ഒന്നാമത്തെ വിഷയം ചിലപ്പോൾ ഇത്രയും ദേഷ്യം ഉണ്ടാവും, ഇത്രയും വഴക്കുണ്ടാവാൻ കാര്യം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം ഇങ്ങനെ ആവാൻ കാര്യം മെയിൻ വിഷയം വേറെ ഒന്നും ആയിരിക്കൂല. എന്റെ മാതാപിതാക്കൾ എന്റെ അമ്മയും എന്റെ അച്ഛനും തമ്മിൽ എപ്പോഴും വഴക്കാണ്. കാരണം എന്റെ അമ്മയ്ക്ക് നല്ല സൗന്ദര്യമാണ്, അമ്മ നല്ല സുന്ദരി, എന്റെ അച്ഛൻ കറുപ്പാണ്. പക്ഷെ അവര് വീട്ടിൽ വളരെ അറേഞ്ച് മാരേജ് ആണ് നടത്തിയത്. പക്ഷെ അമ്മയ്ക്ക് എന്തോ അന്ന് തൊട്ടേ ഒരു അച്ഛന് എന്റെ അമ്മയെക്കാളും 10 വയസ്സിന് കൂടുതലാണ് എന്റെ അച്ഛൻ. അപ്പൊ അതുകൊണ്ടാണ് എപ്പോ നോക്കിയാലും വീട്ടിൽ വന്ന അച്ഛനും അമ്മയും വഴക്കാണ്. 1 വരെ 2 വരെ വിഷയങ്ങളാണ്. എത്ര നേരെയാക്കാൻ നോക്കിയാലും ഇത് കേട്ടാലും ഞാൻ വളർന്നു വന്നത്. പക്ഷെ എന്റെ ചേച്ചി അത് വെച്ച് പാവമാണ്. ചേച്ചി ആരെങ്കിലും എന്ന് വിളിച്ച അപ്പൊ കാര്യം, അത്ര പഞ്ചപാവമാണ് എന്റെ ചേച്ചി. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ കല്യാണം കഴിഞ്ഞ് 2 മക്കളുണ്ട്. പക്ഷെ ഇപ്പം തിരിച്ച് അങ്ങോട്ട് എന്ത് ചോദിച്ചാൽ അങ്ങോട്ട്. പക്ഷെ അന്ന് എന്റെ കുഞ്ഞിലെ എന്റെ ചേച്ചി അത്ര പാവമാണ്, നല്ല സ്വഭാവമുള്ള കൊച്ചാണ് ചേച്ചി. പക്ഷെ എന്നെ കുറിച്ച് എന്റെ ചേച്ചിയെക്കുറിച്ച് ഒരു കുറ്റം ഈ ഇപ്പൊ ആർക്കും പറയണ്ട അന്നൊന്നും. പക്ഷെ എന്നെ കുറിച്ചാണെങ്കിൽ അത് ആ ലിജിയുടെ വീട്, അയ്യോ അവളെ അത്രയും അഴിക്കാനും മോശ സ്ത്രീയാണ് എന്നൊരു ഇവരുള്ളവർ പറഞ്ഞ വ്യക്തിയാണ് സത്യം എന്നെ കുറിച്ച്. അങ്ങനെയാ അങ്ങനെ അമ്മയെ എനിക്ക് അവിടെ വീട്ടിൽ വരാൻ താല്പര്യമുള്ള കാര്യം ഈ സമാധാനം. എന്നെ വഴക്കാണ്, എപ്പോഴും വഴക്കും പ്രശ്നങ്ങളും, അച്ഛനും അമ്മയായിട്ട് ഒരു രീതിയിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകത്തില്ലായിരുന്നു.
അത് കണ്ട് വളർന്നുകൊണ്ടാണ് ഉണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. അങ്ങനെ ഞാൻ തുണിക്കടയിൽ തന്നെ നിന്ന് അവിടെ 3 വർഷത്തോളം നിൽക്കുകയായിരുന്നു. ഇന്ന സമയത്താണ് എന്റെ ചേട്ടനെ ഞാൻ കാണുന്നതും. അത് ഒരു ദേവദാസൻ മുഖേന ദേവദാസൻ അവിടെ വന്നു. ഡ്രസ് എടുക്കാണ്ട് വെള്ള ഷർട്ട് എടുക്കാണ്ട് സ്വയംവരെ വരെയാണ്. സ്വയംവരെ വരുമ്പോൾ ഞാൻ തന്നെ അറ്റൻഡ് ചെയ്ത് ചോദിച്ചു എവിടെയാണ്. അപ്പൊ ഞാൻ എന്റെ സ്ഥലം വേങ്ങോട്, ഇങ്ങനെ പുറത്തങ്ങോട്ട് വേങ്ങോടാണെന്ന് പറഞ്ഞു. അപ്പൊ ആ ദേവദാസൻ പറയും എന്റെ സ്ഥലം ഇങ്ങനെ ചെങ്കൽച്ചൂളിയാണ്, ചർച്ച് ചെങ്കൽച്ചൂളിയാണ്, ഞാൻ താമസിക്കുന്ന വേങ്ങോടാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് ഞാൻ പറയും പക്ഷേ എനിക്ക് നല്ലൊരു മകളെ ജീവിക്കണം, നല്ലൊരു ജീവിക്കണം. അപ്പൊ ദൈവം മോളെ കാണുന്നുണ്ട്, മോൾ പ്രാർത്ഥിച്ച മോൾ വിശ്വസിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓ ശരി എന്നൊക്കെ പറഞ്ഞു. എന്ത് പറഞ്ഞു ഒരു പയ്യുണ്ട്. അപ്പൊ ഒരു പയ്യനുണ്ട്, ഞാൻ മോൾക്ക് കല്യാണം താല്പര്യം ഉണ്ടാന്ന് വെച്ചു. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ആ പയ്യന്റെ പേര് അത് കൊച്ചു സാവൂനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി. വീട്ടുകാരും അപ്പൊ ഞാൻ വീട്ടുകാരും ചോദിച്ചാൽ എന്തായാലും വീട്ടുകാർ സമ്മതിക്കൂല. അതിന് സന്തോഷമില്ല, ഇനി ആരെങ്കിലും തലയിലാവാനാണ് അവരായിരിക്കണം, അപ്പൊ ശല്യം തീർന്നു കിട്ടുമല്ലോ. അങ്ങനെ ആ ദേവദാസം മുഖേന എന്റെ കൊച്ചു സാവു ചേട്ടനെ ഞാൻ കാണുന്നതും മിണ്ടുന്നതും. പിന്നെ ആ ദേവദാസം മുഖേനയാണ് ഞങ്ങൾ കല്യാണം നടത്തിയത്. കല്യാണം നടത്തിയ ഈ നടത്തിന് മുമ്പേ ഞാൻ അറിഞ്ഞ് ഗുണ്ടയാണ്, ഇങ്ങനെ 21 കേസുണ്ട്, കൊലക്കേസ് ഉൾപ്പെടെയുള്ള പ്രതിയാണ്. പക്ഷെ അത് കേട്ടപ്പോ സത്യം എനിക്ക് സന്തോഷം, പേടിയില്ലായിരുന്നു. കാരണം വെയിറ്റ് ആയിരുന്നു. കാരണം ഒരു ഗുണ്ടയുടെ ഭാര്യയാവാൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് ചിന്തയായിരുന്നു. കാരണം പിന്നെ എല്ലാവരും ഗുണ്ടയുടെ ഭാര്യ, അപ്പൊ ആ ആ ഒരു വെയിറ്റ് കാണുമല്ലോ എനിക്ക്. ഇപ്പൊ എല്ലാവരും റെസ്പെക്ട് ചെയ്യുമല്ലോ, അങ്ങനെ ഒരു മൈൻഡായിരുന്നു എനിക്ക്. അപ്പൊ പിന്നെ ഒന്നും ശരി, എല്ലാത്തിനും ആളുണ്ടല്ലോ, അതെടുത്ത് തരാൻ, ഇത് തുണി നനയ്ക്കാൻ, എല്ലാത്തിനും പിന്നെ ആളുണ്ടല്ലോ, എവിടെ പോകാൻ, അങ്ങനെ ചിന്തിച്ച വ്യക്തിയായിരുന്നു ഞാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പിന്നെ എനിക്ക് എങ്ങനെയും കൊച്ചു ചേട്ടനെ കിട്ടിയാൽ മതി. അങ്ങനെ ഞാൻ തന്നെ ആ ദേവദാസനെ എപ്പോഴും വിളിക്കും. ദേവദാസനെ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയും. അപ്പൊ ഓക്കെ, അങ്ങനെ ദേവദാസൻ തന്നെ ഞങ്ങൾ വിവാഹം നടത്തിയ ശേഷവും എന്റെ പ്രിയപ്പെട്ടവൻ 2-3 കേസ് വീണ്ടും ആയി. അങ്ങനെ വീണ്ടും കേസായി ജയിലിന്റെ അകത്തായിരുന്നു. ജയിലിന്റെ അകത്തിന് വന്ന ശേഷമാണ് വാസ്തവമായി എന്റെ ജീവിതം മാറിയത്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഇവിടെ ചേഞ്ച് ആയി. എന്റെ ജീവിതം ഇത്രത്തോളം മാറിയത് എന്റെ ചേട്ടായി ലാസ്റ്റ് കേസ് എല്ലാം കഴിഞ്ഞ് എന്റെ ചേട്ടായി ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു വിശുദ്ധ ബൈബിളുമായിട്ടാണ് എന്റെ ചേട്ടായി ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്. ഇറങ്ങി എന്റെ അടുത്തോടെ യേശു എന്നെ വിടുവിച്ച്, യേശു ഇത് എന്നെ ജയിലിൽ മോചനമാക്കി. എനിക്ക് 21 കേസുണ്ടായി, കൊലക്കേസ് ഉൾപ്പെടെ. അവിടെ നിന്ന് എന്റെ യേശു എന്നെ വിടുവിച്ച്, നീ യേശുവിനെ അറിയണം, നീ യേശുവിന്റെ പൈതലായി, എനിക്ക് സമാധാനം കിട്ടും. സത്യം ആദ്യം കേട്ടപ്പോൾ സത്യം എനിക്ക് യേശുവിന് തോന്നിയത് സത്യം. കാരണം എന്റെ ചിന്ത എന്താണ്, ഓ ഗുണ്ടയുടെ ഭാര്യ, ഓ കട്ട വെയിറ്റ്, ഇനി എപ്പോഴും സന്തോഷം, എപ്പോഴും എവിടെയും കറങ്ങാൻ പോവാം, മൈസൂർ, ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ കറങ്ങാൻ പോവാം, ഗുണ്ടയുടെ ഭാര്യയായിട്ട് വ്യവസായം എന്ന് ചിന്തിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കറുത്ത ബൈബിളും കൊണ്ട് ഇറങ്ങി വന്ന് പറയുന്നത് യേശു വിടുവിച്ച്, യേശു സൗഖ്യം, എന്നെ വിടുവിച്ച്, ഇന്ന് യേശുവിന് ജീവിക്കണം. എനിക്ക് സത്യം ആദ്യം ദേഷ്യവും വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് വേറെ ജോലിയൊന്നും ഇല്ല, യേശു വിടുവിക്കും, അതെങ്ങനെ യേശു വിടുവിക്കും, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഈ ബൈബിൾ വായിക്കും, ഈ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നെ വിടുവിച്ച ദൈവം നിന്നോട് സംസാരിക്കും, നിന്നെ വിടുവിക്കും എന്ന് പറഞ്ഞു. എനിക്കത് ആദ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. സത്യം എനിക്ക് ആദ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഓരോ വാക്യങ്ങൾ വായിച്ച് അപ്പൊ സങ്കീർത്തനത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട്, നിന്റെ അപ്പനും അമ്മ നിന്നെ ഉപേക്ഷിച്ച യഹോവ നിന്നെ ചേർത്തുകൊള്ളുമെന്ന് ഈ വാക്യം ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോ സത്യം ആ ഒരു വാക്യത്തിലാണ് ഞാൻ ആലോചിച്ചത്, ദൈവം ഈ സത്യമാണ്, യേശു എന്ന് പറയുന്നത് സത്യമാണ്. എല്ലാവരും ഉപേക്ഷിക്കുമ്പോൾ ദൈവം അങ്ങനെ അങ്ങനെ കൈ താങ്ങുമോ, ഈ ദൈവം ചേർത്തുകൊള്ളുമെന്ന് ഞാൻ ആലോചിച്ച്. എന്നിട്ട് ഞാൻ ഓരോ അധ്യായങ്ങൾ വായിക്കാൻ തുടങ്ങി. ഉൽപ്പത്തി വായിച്ച്, പുറപ്പാട് വായിച്ച്, ലേവ്യ, സംഖ്യ, ആവർത്തനം. സത്യം പറഞ്ഞെങ്കിൽ അപ്പോഴൊക്കെ ഒരു കഥ കേൾക്കുന്ന പോലെങ്കിൽ ഇന്ന് പഴയ കാര്യങ്ങൾ പെട്ടെന്ന് കൊടുക്കും. പക്ഷേ പുതിയ നിയമത്തിൽ വന്നപ്പം, അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ലേഖനം 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ, ഗലാത്യ, എഫെസ്യ, നിന്റെ പാവങ്ങളെ കുറിച്ച്, നമ്മുടെ പാവങ്ങൾ നമ്മൾ ചെയ്തു ഓരോ കാര്യം കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ വാസ്തവ സുഖത്തെ ദൈവം എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. സത്യം അങ്ങനെ ഞാൻ അവിടെ നിന്ന് ആ വീട്ടിൽ ഞങ്ങൾ താമസിച്ച വിളിച്ച തേക്കുമൂടാണ്, PMGക്ക് താഴെ ലോ കോളേജിന്റെ അടുത്ത് തേക്കുമൂട് എന്ന് പറയുന്ന ഒരു ബണ്ട് കോളനിയാണ്. ആ കോളനിയിൽ ഒറ്റ മുറിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അങ്ങനെ ഞാൻ ഇത് വായിച്ച് അങ്ങനെ ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി ഏറ്റെടുത്ത് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ വാങ്ങുന്ന രക്ഷയൊക്കെ ഏറ്റുപറയുകയും ചെയ്ത് അങ്ങനെ കർത്താവിനെ സ്വന്തം രക്ഷിത സ്വീകരിച്ച്. ഹല്ലേലൂയ, പ്രൈസ് ദൈവം അങ്ങനെ അത്ഭുതം ചെയ്ത്. അതിനു മുമ്പ്
ഞാൻ ഇന്ന് ഈ ദൈവത്തെ ഓർത്താൻ വേറൊരു കാര്യം, എനിക്ക് ഈ അമ്മ എന്ന് പറയാൻ പോലും എനിക്ക് ഈ നാവ് തിരിഞ്ഞു വരത്തില്ലായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ഈ ബൈബിൾ വായിക്കാൻ തുടങ്ങിയ ശേഷമാണ് എന്റെ നാവില് ഒരു വാക്കെങ്കിലും എനിക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നത് ഈ വിശുദ്ധ ബൈബിൾ എടുത്തത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് സംസാരിക്കാൻ എന്റെ അമ്മയോട് അല്ലെങ്കിൽ എനിക്ക് ആരോട് എന്റെ അമ്മയോടൊക്കെ ഞാൻ പറയുമ്പോൾ ഒരു കാര്യം 10 വട്ടം ഞാൻ പറഞ്ഞാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ വിശുദ്ധ ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങി അന്നോട്ട് ഇന്ന് വരെ എനിക്ക് നല്ല വായിപ്പാൻ ദൈവം സഹായിച്ചു. ഹാലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവം അങ്ങനെ അത്ഭുതം പ്രവർത്തിച്ചു. ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് കൈകോർത്ത് ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ദൈവമേ, ദൈവം സർവശക്തനാണ്, അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന കർത്താവാണ്. ആ കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. എന്റെ ചേട്ടായി അറിഞ്ഞ ആ സത്യം, അല്ലെങ്കിൽ ഈ സത്യം അനേകത്ത് പറയണം. അങ്ങനെയാണ് എന്റെ ചേട്ടായി 2 ട്രാറ്റ് ഇറങ്ങിയത്. ജീവൻ നൽകുന്നതും അതിന്റെ ഉടയവനും തകർന്നവനുമാണ്. അങ്ങനെ 2 ട്രാറ്റ് എഴുതി ഞങ്ങൾ ഒരുമിച്ച് അനേകം ജയിലിലോട്ട് അനേകം ഹോസ്പിറ്റലുകൾ, അനേകം ഹോസ്പിറ്റൽ ഓരോ സ്ഥലത്ത് ഞങ്ങൾ കൊടുക്കും. അനേകം കോടതികളിൽ ഞങ്ങൾ കൊടുക്കാറുണ്ട്. പല സ്ഥലത്തിനും കോളുകൾ വന്നത്. ഏറ്റവും വലിയ കോൾ നമുക്ക് വന്നത് ഇങ്ങനെ ഭാരപ്പെട്ടെന്ന് വെച്ചാൽ ഈ ഒരു കാട്ടാക്കട, അടുത്ത കാട്ടാക്കട എന്ന സ്ഥലമുണ്ട്. ഒരു ആന്റി ഉണ്ട്. ആന്റിക്ക് 3 മക്കളുണ്ട്. അത് ഒരു പെണ്ണും 2 ആണുമാണ്. അതിൽ ഒരു മോൻ ഇപ്പോൾ ജയിലിന്റെ അകത്താണ്. ഞങ്ങൾ കാണാറുണ്ട്, ജയിൽ ചെയ്യുമ്പോൾ പോയി സംസാരിക്കാം. ഒരു മോനുണ്ട്, ജതീഷാണ്. ആന്റിയുടെ പേര് മാത്രം ഞാൻ പറയുകയില്ല, പറയാൻ പറ്റത്തില്ല. ആ ആന്റി ഇന്നും ജീവനോടെ ഉണ്ട്. ആ ആന്റി ഒരു ദിവസം ഈ നമ്പർ കണ്ട് ഞങ്ങളെ വിളിച്ചാണ് പ്രിയ ദേവദാസനെ. അപ്പൊ ചേട്ടൻ ദേവദാസനെ വിളിക്കേണ്ട, സഹോദരനെ വിളിച്ചാൽ മതി. ആ പ്രിയ സഹോദരിയും കൊണ്ട് ഒന്ന് എന്റെ വീഡിയോ ഞങ്ങൾ പലവട്ടം വിളിച്ചു. അപ്പൊ ഒരു ദിവസം ഞങ്ങൾ കയ്യോത്ത് പ്രാർത്ഥിച്ച് ഞങ്ങൾ ആ വീട്ടിൽ പോയി. കാട്ടാക്കട കഴിഞ്ഞു പോണം. അവിടെ പോയപ്പോൾ ആ ആന്റിയുടെ കയ്യിൽ ആരോ ബൈബിൾ കൊടുത്തു. പുതിയ നിയമ ബൈബിളാണ് ഇരിക്കുന്നത്. ആന്റി കട്ടൻ ചായ, കൊച്ചു വീട്, കൊച്ചു ചെറ്റാവാത്ത വീട്. ഞങ്ങൾ കട്ടൻ ചായ കുടിച്ചു. എന്റെ ആന്റി വിളിച്ചത് എന്താ കാര്യം? എനിക്ക് 3 മക്കളുണ്ട്. ഒരു മോൻ ജയിലിലാണ്, ഒരു മോളുണ്ട് കല്യാണം കഴിച്ച്. ഇന്ന് മോൾ ഇവിടെ തന്നെ താമസിക്കുന്നു. ഒരു മോൻ രതീഷ്, അവൻ എന്നെ ഉപദ്രവിക്കും. അപ്പൊ ഞാൻ അത് കുടിച്ചുകൊണ്ടായിരിക്കും ദേഷം എനിക്ക് ഉപദ്രവിക്കുന്നത്. അപ്പൊ ആ അമ്മയുടെ വായിന് വീണ വാക്കാണ്, അവൻ ഒരു ഭാര്യയോട് എങ്ങനെയാണോ അതേ രീതിയാണ് എന്നോട് കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ബൈബിളിൽ വെച്ചുകൊണ്ടാണ് ഞാനും എന്റെ ചേട്ടയും കരഞ്ഞു പോയി. ദൈവസാക്ഷി, സത്യം ഒരുപാട് വിഷമിച്ചു പോയി. ഒരു അമ്മയോട് ഇങ്ങനെ കാണിക്കുമോ എന്ന് ആലോചിച്ചു നോക്കി. എന്നാൽ ആ അമ്മ പൊട്ടി ഞങ്ങൾ ഒരു കരഞ്ഞ്, എന്നെ രക്ഷിക്കണം, എന്റെ മോനെ രക്ഷിക്കണം. ഈ ഒരു കൊച്ചു കട്ടിലെടുത്ത് കാണിച്ചു. ഈ കട്ടിലിൽ എന്നെ 3-4 വട്ടം തള്ളിയിട്ട് എന്നെ ഇങ്ങനെ ചെയ്യാം. എന്റെ മോൾ ഉള്ള സമയത്ത് ഞാൻ ഇവിടെ വരാറുള്ളൂ, എന്റെ മോൾ വന്നില്ലെങ്കിൽ ഞാൻ വരത്തില്ല, അങ്ങനെ പറഞ്ഞ്. അങ്ങനെ ഈ മോനെ കാണാൻ, ഈ രതീഷിന് ആ സഹോദരനെ കാണാൻ ഞാൻ എന്റെ ചേട്ടനെ തീരുമാനിച്ചു. അവൻ രാത്രി 9 മണിക്ക് വരുള്ളൂ. ഈ അമ്മ ഒരു സമയത്ത് നേരത്തെ വരും. അങ്ങനെ ഞങ്ങൾ ആന്റി എത്തണം, ആന്റി ഇന്ന് ജോലിക്ക് പോകണ്ട, ആന്റിക്ക് എന്തായാലും നമുക്ക് കുറച്ച് പൈസ നമുക്ക് തരാം, നീ ഇന്നത്തെ പൈസ തരാം, ആന്റി ജോലിക്ക് മോനെ കാണണം. അങ്ങനെ നിന്നപ്പോ ഈ ആന്റി മാത്രമുള്ള സമയത്ത് ഇവൻ രാവിലെ ജോലിക്ക് പോയി വരും. എന്റെ ആന്റി ഉണ്ടെന്ന് അറിഞ്ഞാൽ തിരിച്ചു വരും. അങ്ങനെ ആന്റി ഉണ്ടെന്ന് അറിഞ്ഞ് ആ മകൻ ജതീഷ്, ആ സഹോദരൻ തിരിച്ചു വന്നത് ഞങ്ങൾ കണ്ട്. അപ്പൊ ഞങ്ങളുടെ പ്രൈസ്തലോട് പറഞ്ഞു, മോനെ പേര് രതീഷല്ലേ, ഞങ്ങളുടെ പേര് ഇന്ന് സാബുവാണ്, എന്റെ പേര് ലിജിയാണ്. സംസാരിച്ചു മോനെ നിന്റെ അമ്മയാണ്. അങ്ങനെ കുറെ കാര്യം സംസാരിച്ച് അപ്പൊ ഈ മോനെ ഡ്രഗ്സ് ഉപയോഗിക്കും, ഷമ്പു ഉപയോഗിക്കുന്നുണ്ട്, മദ്യപിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കയറി അവന്റെ മൈൻഡ് ഫുള്ള് മാറിപ്പോയി. അമ്മയാര് പെങ്ങളാര് എന്ന് അറിയാൻ പറ്റുന്ന അവസ്ഥ. പ്രിയ ദൈവമക്കളെ, ഇന്ന് ആ മകൻ IPCയിൽ ഒരു വിശ്വാസിയാണ്. ഹല്ലേലൂയ. ഞങ്ങളെ പുകഴ്ചയല്ല, ഞങ്ങളെ ഒരു യോഗ്യതയല്ല, സ്വർഗ്ഗത്തിലെ ദൈവമാണ് അവനെ ആ മാനസാന്തരപ്പെടുത്തിയത്. ഇന്ന് ആ മോൻ ആ അമ്മയ്ക്ക് നല്ലൊരു മകനായി, നല്ല കൂടെ ഇന്ന് ജോലി ചെയ്ത് ആ മകൻ ആ അമ്മയ്ക്ക് ജോലി ചെയ്ത പൈസ കൊടുക്കുന്നുണ്ട്. ആ മകൻ ഈ കഴിഞ്ഞ വർഷം കല്യാണം കഴിഞ്ഞ് ഇപ്പൊ ഒരു കൊച്ചുകൊണ്ട്. ദൈവം അങ്ങനെ അത്ഭുതം ആ മകന്റെ ചെയ്ത്. അങ്ങനെ അനേകം സ്ഥലത്തിന് കോളുകൾ വരും. ഇതേപോലെ ഞങ്ങൾ ചാറ്റ് കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് RCCയുടെ ഫ്രണ്ടിൽ ഒരു ആന്റി വേസ്റ്റ് കവർ കൊണ്ട് തട്ടി. അപ്പൊ അവിടെ ഒരു തെരുവിൽ കിടക്കുന്ന ഒരാള് ആ വേസ്റ്റിന് ആ കവർ എടുത്ത് ആ കവറിന്റെ അകത്ത് എന്താണെന്ന് നോക്കി വന്നപ്പോ കുറച്ച് എന്താണ് കഴിക്കാൻ കുറച്ച് ഭക്ഷണം ഉണ്ടായിരുന്നു. അത് ആ തെരുവിൽ കിടക്കുന്ന അപ്പച്ചനെങ്കിൽ ആ സഹോദരൻ അവിടെ ഇരുന്നുകൊണ്ട് കഴിച്ചതിന്റെ ദാസന് അത് നല്ലൊരു വേദനയായി. കാരണം നമ്മൾ ദൈവഭാഗത്ത് വരുന്ന സമയമാണ്. ദൈവം എത്രത്തോളം സർവശക്തനാണെങ്കിൽ ദൈവം എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം ഞങ്ങൾക്കൊന്നും അറിയില്ല.
പക്ഷെ ഞങ്ങൾ ഈ സമയത്ത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഭാരം. ദേവദാസൻ എന്റെ പ്രിയപ്പെട്ട നേരെ എന്റെ അടുത്ത് വന്ന് എന്റെ നിങ്ങൾ വിഷയം പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ എന്നെ കണ്ട് എനിക്ക് ഭാരം. അപ്പൊ നമ്മൾ കൈവത്ത് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ എന്റെ കൈവത്ത് പ്രാർത്ഥിച്ചു. രാത്രിയായ അമ്മത്തി പ്രാർത്ഥിച്ചപ്പം എന്റെ ദാസന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധമ്മ പറഞ്ഞ് നിനക്ക് എന്തുകൊണ്ട് അവർക്ക് ഫുഡ് കൊടുക്കാൻ കഴിയുന്നില്ല, നിനക്ക് കഴിയും. അന്ന് അത് പറയുമ്പോൾ പ്രിയ ദൈവമക്കളെ, അന്ന് സ്വന്തമായിട്ടൊരു വീടില്ല, ഒരു വണ്ടിയില്ല. സ്വന്തമായെന്ന് പറയാൻ എനിക്ക് എന്റെ പ്രിയപ്പെട്ടവന് ഒരു മോൻ മാത്രമേ ഉള്ളൂ. സ്വന്തമെന്ന് പറയാൻ നമുക്ക് വേറെ ഒന്നുമില്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ ചോദിച്ചു ദൈവമേ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ കർത്താവ്, നീ അല്പത്തിൽ വിശ്വസ്തത നിന്നെ അധികത്തിൽ വിചാരണാക്കുന്ന ദൈവമാണ് ആ വചനം നമുക്ക് തരാൻ. നമ്മെ ബലപ്പെടുത്തി നമ്മ കണ്ണിലൂടെ കർത്താവ് സന്നി മുട്ടുമേലിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമ്മൾ വെക്കണം. ചേട്ടാ എന്റെ പ്രിയപ്പെട്ടവൻ ജോലിക്കൊക്കെ പോയിട്ട് കിട്ടുന്ന കുറച്ച് അരി പൈസ കൊണ്ട് അരി വാങ്ങിക്കണം. അതിൽ നിന്നാൽ ഞങ്ങൾ ആദ്യം കഞ്ഞി ചൂട് പയറ് തോരൻ അച്ചാറും ചമ്മന്തിയുമായിട്ട് ഞങ്ങൾ ആ അസിസിയിൽ കൊണ്ടു കൊടുക്കുവാൻ ഇടയായി. ദൈവമക്കളെ, അത് 2014 കൊടുക്കുക. 2014 മെയ് 15 മുതൽ തുടങ്ങിയത് ശുശ്രൂഷയാണ്. ഇന്ന് ഇത്രത്തോളം ദൈവം നടത്തി. ഇന്ന് ഏകദേശം 250 പേര് ആൾക്കാർക്ക് ആസിസിയിൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ ഫുഡ് കൊടുക്കാൻ സ്വഗതി ദൈവം ഞങ്ങളെ കുടുംബമായി ഉപയോഗിച്ചു. അത് ഞങ്ങളെ പുകഴ്ചയുടെ ദൈവത്തിന്റെ ദയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മനസ്സറിവാണ്. ഞങ്ങൾക്ക് ഒരു യോഗ്യതയില്ല. അതുപോലെ തന്നെ ഞങ്ങൾ പാവപ്പെട്ട ഹോസ്പിറ്റലിൽ കിടക്കുന്ന അപ്പച്ചന്മാര് അമ്മച്ചിമാർക്കൊക്കെ പഴയ വസ്ത്രങ്ങൾ ഞങ്ങൾ ഓരോ വലിയ ഹൈ ലെവലിൽ താമസിക്കുന്നവരുടെ കയ്യിൽ നിന്നും പഴയ വസ്ത്രങ്ങൾ ഞങ്ങൾ ശേഖരിച്ച് കഴുകി വൃത്തിയാക്കി ഞങ്ങൾ ഹോസ്പിറ്റലിൽ TB ആശുപത്രി, പുരേനക്കോട്ട TB ആശുപത്രി, പേരുകട മെന്റൽ ഹോസ്പിറ്റൽ, പിന്നെ ജനറൽ ഹോസ്പിറ്റൽ 9-ാം വാർഡ്, അവർക്ക് ആരും ഇല്ലാത്തവരൊക്കെയാണ്. അവിടെയൊക്കെ ഞങ്ങൾ കൊണ്ടുകൊടുത്ത് അവരെ കുളിപ്പിച്ച് അവർക്ക് ഡ്രസ്സുകൾ ഇട്ട് കൊടുക്കുന്ന ആ ഒരു ശുശ്രൂഷ സൗകര്യം ഞങ്ങൾക്ക് തന്നു. കാരണം ഞങ്ങൾ ആവശ്യം കർത്താവേ, ഞങ്ങളൊക്കെ ശ്രേഷ്ഠത, ഞങ്ങൾക്ക് വിദ്യാസമ്പന്നത ഉള്ളപ്പോൾ ഒരു യോഗ്യതയില്ല, ഞങ്ങൾക്ക് എന്തിനാ കർത്താവേ ഹാലലു ഇങ്ങനെ തന്നെ. പക്ഷെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ അത് ചെയ്യണം, നിങ്ങളെ കൊണ്ട് അത് പറ്റുമെന്ന് യേശോപ്പൻ അറിയാം. അതുകൊണ്ടായിരിക്കും ദൈവം അങ്ങനെ ഒരു ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നത്. അതുപോലെ ഞങ്ങൾക്ക് പരസ്യത്തിന് ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ബോക്സ് ചാർജബിൾ ബോക്സ് ആയിരുന്നു. നമ്മൾ ഈ ജംഗ്ഷനിലൊക്കെ കൊണ്ടുവച്ച് കുറച്ച് കാതലായിട്ട് കാര്യം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൗണ്ട് കാണിച്ചില്ല, ചാർജ് ചെയ്ത് സൗണ്ട് കേട്ടുകൊണ്ടിരിക്കും. പിന്നെ ഓഫ് ചെയ്ത് തിരിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങൾക്ക് നല്ല ഭാരമായിരുന്നു. കർത്താവിനെ കുറിച്ച് പറയണം ആ ഒരു വാഞ്ച കിടക്കുകയെന്ന്. അങ്ങനെ ഞങ്ങൾ ആലോചിച്ച് എന്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവം സാക്ഷി എങ്ങനെയാണ് അറിഞ്ഞൂടെ ഞങ്ങൾക്ക് 20,000 രൂപ സ്വന്തത്തിൽ ദൈവം തന്നു ഞങ്ങളെ കയ്യിൽ. പക്ഷെ ഇന്നും സത്യം ഞങ്ങൾക്ക് അറിയില്ല ആ പൈസ ആദ്യം തന്നോ എങ്ങനെ നമ്മളെ കൈ വന്നെന്നോ അറിഞ്ഞൂടാ. കിട്ടിയ സമയം നേരെ എന്റെ പ്രിയപ്പെട്ടവൻ നേരെ തമിഴ്നാട്ടിൽ പോയി തമിഴ്നാട്ടിന് ഔജയുടെ 2 ബോക്സ് വാങ്ങിച്ച് നല്ല വലിയ ബോക്സ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് പരസ്യവും ചെയ്യുന്ന സമയം അപ്പം വണ്ടിയില്ല. ഇനി വണ്ടി ഉണ്ടെങ്കിൽ ബോക്സും കൊണ്ട് പോകാൻ പറ്റൂ. ഹാലിന്റെ പ്രിയം ദൈവമക്കളെ, ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോ ഞങ്ങൾക്ക് ഓട്ടോറിക്ഷ ലോൺ വഴി കിട്ടുമെന്ന് പറഞ്ഞു. ലോൺ വഴി ഓട്ടോറിക്ഷ തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആലോചിച്ച അത് നല്ല കാര്യമാണ്. അങ്ങനെ ഓട്ടോറിക്ഷ എടുക്കാൻ ചെന്നപ്പോ അവര് പറഞ്ഞ് പ്രമാണത്തിന്റെ ഇത് വേണമെന്ന് പറഞ്ഞു. എവിടെ നമുക്ക് ഒരു വച്ചുകെട്ട് കിടക്കുന്ന സ്ഥലത്ത് എവിടെ പ്രമാണത്തിന്റെ രേഖയുണ്ട്? ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ പറഞ്ഞു, അവിടുത്തെ ബാങ്കിൽ ചെന്നപ്പോ ഞാൻ പറഞ്ഞു അത് തരാൻ പറ്റൂല, അത് നിങ്ങൾക്ക് ഇതില്ല, കാരണം രസീന്റെ കോപ്പി ഇല്ല, പട്ടയമില്ല, ഒരു രേഖയില്ല, പിന്നെ ഞങ്ങൾ എങ്ങനെ ഈ പൈസ ഇത്രയും ലോണാക്കി തരുമെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ദൈവം ഞങ്ങളോട് പറഞ്ഞു ദൈവം തരും, ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ കൊണ്ട് പ്രാർത്ഥന തുടങ്ങി. പ്രിയ ദൈവമക്കളെ, 2ാമത്തെ ദിവസം ആ മാനേജർ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു, കൊച്ചു സാഹുവല്ലേ, നിങ്ങൾക്ക് ഓട്ടോ എടുക്കാൻ എല്ലാ സാക്ഷനും ഓക്കെ ആയിരുന്നു. കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. പ്രിയ ദൈവമക്കളെ, സാധ്യമാക്കുന്ന കർത്താവ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അവര് വിളിച്ച് ഞങ്ങൾ ചെന്ന് ആ ഓട്ടോറിക്ഷ എടുക്കേണ്ട എല്ലാം ഓക്കെ ആയി. ഓട്ടോറിക്ഷ എടുക്കാൻ നമ്മൾ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ഓട്ടോറിക്ഷ കിട്ടിയപ്പം പിന്നെ ഞാനും മോനും എന്റെ പ്രിയപ്പെട്ടതും കൂടെ ട്രാറ്റും കൊണ്ട് ബോക്സും കൊണ്ട് ഞങ്ങൾ തെരുവോളം പരസ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് മോളുടെ സഹിതം ഞങ്ങൾ 4 പേരും കർത്താവിന്റെ വേളയിലായിരിക്കുന്നു. പരസ്യയോഗങ്ങളുമായിട്ട് പോകുന്നു.
അതുപോലെ ഞങ്ങൾക്ക് ജയിലിൽ മിനിസ്ട്രി ഉണ്ട്. പ്രിയ ദൈവമക്കളെ, ഞങ്ങൾ ജയിലിൽ മാസത്തിൽ ഒരു ദിവസം ജയിൽ മിനിസ്ട്രി ചെയ്യുന്നുണ്ട്. അത് ചെയ്യാൻ ദൈവം സഹായിച്ചു. കാരണം നമ്മൾ ജയിൽ മിനിസ്ട്രി കിട്ടണമെങ്കിൽ അതിന്റെ പേപ്പറൊക്കെ കിട്ടാൻ പാടായിരുന്നു. ഞങ്ങൾ അങ്ങനെ അനേകം ജയിൽ ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ അത് കിട്ടത്തില്ല, അത് പാടാണ്, ഇപ്പൊ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്, കിട്ടത്തില്ലെന്ന് പറഞ്ഞ്. അനേകം രാഷ്ട്രീയക്കാരെ കൂടെ പോയി അനേകത്ത് ചോദിച്ചു, പലത്തും ചോദിച്ചപ്പോൾ അവരെല്ലാം ബ്ലോക്കാണ് ചെയ്തത്. പക്ഷെ ദൈവം പറഞ്ഞു, നീ എന്തായാലും നീ മിണ്ടായി, ഞാൻ ദൈവം എന്നെ അറിഞ്ഞുകൊള്ളുവിൻ എന്ന്. ഞങ്ങൾ മിണ്ടായിരുന്നു ദൈവസനെ പ്രാർത്ഥിച്ച്. പ്രിയ ദൈവമക്കളെ, ഇന്ന് കേരളത്തിൽ ഫുൾ തിരുവനന്തപുരം കാസർഗോഡ് വരെ എല്ലാ ജയിലിലും പോയി കത്താനും സുവിശേഷാലിക്കുള്ള ആ പേപ്പർ ഗവൺമെന്റ് ഓർഡർ ചെയ്ത് ആ പേപ്പർ സുഖത്തിലെ ഞങ്ങളെ കരങ്ങളിൽ തന്നെ. ഹാലേലൂയ, എന്റെ ദൈവം വലിയവനാണ്. ഹാലേലൂയ. അങ്ങനെ ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം എന്ന് പറയുന്നത് 2018 ആയപ്പോ 2015-14 2012 എൻ്റെ മോള് ജനിച്ചത്. ഇളയ മോള് ജനിക്കുക 2012 അവള് അത് പറയാൻ മറന്നു. എൻ്റെ മോള് പ്രഗ്നന്റ് ആയ സമയത്ത് ഞാൻ ഭാരപ്പെട്ടിരുന്നു. കാരണം എൻ്റെ മോൾ രണ്ടായി 2.5-3 മാസമായപ്പോ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി. പക്ഷെ ദൈവം എൻ്റെ പറഞ്ഞത് പെൺകുഞ്ഞെ തരും എന്ന് വാദത്തെ എനിക്ക് ദൈവം എൻ്റെ മേൽ തന്നിരുന്നു. പക്ഷെ അന്ന് ഞാൻ സ്നാനപ്പെട്ടിട്ടില്ലേന്ന്. ഞാൻ വിശ്വസിച്ച് വന്നത് കർത്താവിന്റെ രക്ഷ സ്വീകരിച്ചു, സ്നാനപ്പെട്ടിട്ടില്ലേന്ന്. അങ്ങനെ ഞാൻ അവ ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ ഞാൻ ഭാരപ്പെട്ട് നേരെ തൈക്കാട് ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. തങ്കം ശ്രീകുമാർ എന്ന മേഡമാണ് എന്നെ നോക്കിയത്. അപ്പൊ അവളെ കൊണ്ടുപോയി അത് സ്കാൻ ചെയ്തപ്പോൾ കൊച്ചിന് കുഴപ്പമൊന്നുമില്ല, എന്തോ പ്രശ്നം ബ്ലീഡിങ് ആയി, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്റെ ശരീരം നല്ല വീക്കായിരുന്നു. ഞാൻ ആരോഗ്യമില്ല, ഫുഡ് കഴിക്കത്തില്ല, വൊമിറ്റ് ചെയ്യും, അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റ് ഉണ്ടായിരുന്നു. ഡെലിവറി സമയമായ സമയത്ത് പറഞ്ഞ് കുഞ്ഞും തള്ളയും പ്രശ്നമാണ്, എനിക്ക് ഹൈ BP കൂടി പോണ്, പിന്നെ കുഞ്ഞിന് അനക്കം കുറവാന്നൊക്കെ പറഞ്ഞ് സിസേറിയൻ ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പൊ ബെഡ് അടയാൻ ചെയ്യണം, ബെഡ് ഒട്ടും ശരീരത്തില്ല, ഒന്നുകിൽ കുഞ്ഞ് ഒഴിയാണെങ്കിൽ അമ്മ ഇങ്ങനെ കിട്ടും. അപ്പൊ ഞാൻ ഡോക്ടറിന്, ഇല്ല ഡോക്ടറെ, എന്റെ ദൈവം എന്റെ കുഞ്ഞിന് ആരോഗ്യം തന്നുള്ള പെൺകുഞ്ഞ് ദൈവം തരുമെന്ന് പറഞ്ഞ് എന്റെ ദൈവം തന്നെ ഞാൻ വിശ്വസിക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ സിസേറിയൻ ചെയ്യുന്ന സമയത്ത് ദൈവദാസന്മാരൊക്കെ ഒരുപാട് പേര് വന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഫലമായി സ്വഗതയും എനിക്ക് പെൺകുഞ്ഞുങ്ങൾ തന്ന്. തന്നെയാണ് ആ മകളെ ഇന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പൊ അന്ന് അതിനുശേഷം എന്റെ മകൾ ജനിച്ച് 2013 ഞാൻ സ്നാനപ്പെടും. ജനുവരി 13 ഞാൻ ജലത്തിൽ കത്താനെ സ്വന്തം മുങ്ങി സ്നാനപ്പെട്ട് സ്വന്തം രക്ഷയെ സ്വീകരിപ്പം ദൈവം ഇടയാക്കി. അവിടെ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഇതായിരുന്നു. ഒന്നുമില്ലായ്മ ദൈവം ഉയർത്തി ഞങ്ങൾ ഇങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2018 സമയത്ത് കോവിഡ് വന്നു. കോവിഡ് വന്ന സമയത്ത് ഞങ്ങൾ മോക്ക് ഏകദേശം 4-5 വയസ്സായ സമയത്ത്, 5-6 വയസ്സൊക്കെ ആയ സമയത്ത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തോട് വക്കാണ്, ബണ്ടിൽ കോളനിയാണ്, കോളനി സൈഡ് ബണ്ടാണ്. അപ്പൊ ഈ ഡ്രെയിനേജിന്റെ വെള്ളമൊക്കെ ആ സൈഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ ഈ മോക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ട് വന്നുകൊണ്ടിരുന്നു. അപ്പൊ മിക്ക ദിവസവും SAT ആണ്. രാവിലെ കൊണ്ടുപോയ രാത്രി ആവി കൊടുത്ത് പിറ്റേ രാവിലെ ഒബ്സർവേഷന് കിടത്തി വിടും. ഇങ്ങനെ അവസാനം ഇതിന്റെ ഇടയ്ക്ക് അവർക്ക് ശ്വാസം മുട്ട് ഒരുപാട് കൂടുതലായി. മിനി ICU വരെ കയറ്റി, മൂക്കിൽ കൂടെയൊക്കെ ചൂവിട്ട് ഭാരപ്പെട്ട്. അന്നും ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്ത് അവരുടെ ജീവനുള്ള ദൈവം തന്ന് അത്ര വലിയ അത്ഭുതം ദൈവങ്ങൾ ചെയ്ത്. ഡോക്ടർമാർ പറഞ്ഞ് പ്രതീക്ഷിക്കുന്നത് ശ്വാസം മുട്ടി ന്യൂമോ എല്ലാം ചെസ്റ്റിൽ ബാധിച്ചു കഴിഞ്ഞായിരുന്നു. പക്ഷെ ഞങ്ങൾ അറിഞ്ഞു പുറമേ അവർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഒരുപാട് കൂടിയ സമയത്തായിരുന്നു അത് ആ പ്രശ്നം ഉണ്ടായത്. അങ്ങനെ ഞാൻ കൊണ്ടുപോയപ്പോ ICU തന്നെ ICU കയറ്റി വന്ന് നമുക്ക് ചെയ്യാൻ പരമാവധി ബാക്കി ദൈവത്തിന്റെ കരങ്ങൾ. പ്രിയ ദൈവമക്കളെ, സത്യം കണ്ണിന് തൂകുമ്പോൾ ദൈവം നമുക്ക് ഉണ്ട്. പ്രിയ ദൈവമക്കളെ, എനിക്ക് കണ്ണിനോടെ വിതച്ച ആപ്പോടെ കൊയ്യുന്ന അവസരം വരും. ഹാലേലൂയ. അന്ന് ഞാൻ കണ്ണിനോടെ എന്റെ പ്രിയപ്പെട്ട കൈകോർത്ത് അതേ ആശുപത്രി തറയിൽ മുട്ടിമേൽ കരഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് ഹന്നമോൾ എന്ന് എനിക്ക് നിങ്ങളെ കാണാൻ ദൈവം സഹായിച്ചത്. ഹാലേലൂയ. ഡോക്ടർമാർക്ക് അത്ഭുതമായി ഇത് എങ്ങനെ സംഭവിച്ചു. കാരണം പിറ്റേന്ന് വരെയും കുഞ്ഞിന് ഒരു അണക്കവും ഇല്ല, ഹോസ്റ്റലിന്റെ ഒരില് മാത്രമാണ് അവൾ ഇങ്ങനെ പോകും. പക്ഷെ ദൈവത്തിന് വാദത്വം ഉണ്ടായിരുന്നു. മകൾ മരിക്കില്ല, ജീവനോടിന്റെ കത്താണ്ട് അത്ഭുത പൂർത്തി വന്നിക്കണം. ആ വാദത്വം ഞാൻ ആ വാദത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഞാനൊരു പേരുപ്പെട്ടത്. അങ്ങനെ എന്റെ മോളെ ദൈവം തരുന്നതാണ്. ഹാലേലൂയ. അത് നമുക്ക് കണ്ണിനോട് വിതച്ച ആൾപ്പോടെ നമുക്ക് കൊയ്യാൻ അവസരം ദൈവം തരും. ഇപ്പൊ നമ്മുടെ മുമ്പിൽ എല്ലാം ശൂന്യതകൾ മാത്രമായിരിക്കും. പക്ഷെ ഒരു നിമിഷമായി, ഒരു സെക്കൻഡുമായി ദൈവത്തിന് എല്ലാ ശൂന്യതയും മാറ്റാൻ
പുതിയ ഒരു എന്താ അത്ഭുതം കാണുവാൻ നമുക്ക് കഴിയും. ഞങ്ങൾ 2018 കോവിഡ് എന്ന സമയം അപ്പൊ ഈ മോക്ക് ഈ ശ്വാസം മുട്ട ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഡോക്ടർമാരെല്ലാം പറഞ്ഞു നിങ്ങൾ അവിടെ നിന്ന് മാറിയില്ലെങ്കിൽ കുഞ്ഞ് ഈ അസുഖം ഒരിക്കലും മാറത്തില്ല. പിന്നെ ഇൻഹേലിൽ എപ്പോൾ ഇൻഹേൽ ഉപയോഗിക്കണം, ഈ മറ്റേ ഈ ആസ്മയൊക്കെ ഉള്ള ഉപയോഗിക്കണം, അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ. അപ്പൊ ഞങ്ങൾക്ക് ഭാരപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ വെച്ച് ഒരു കൊച്ചു വീട് വാടകയ്ക്ക് എടുത്ത് പത്താണ്ട് വേലം ചെയ്ത് അങ്ങനെ പോവാണ്. അങ്ങനെ ഞങ്ങൾ 3-4 വീട് വാടകയ്ക്ക് എടുത്ത്. അപ്പൊ ഈ കോവിഡ് എന്ന സമയമായപ്പം എല്ലാം ബ്ലോക്കായി. എല്ലാം വെച്ചാൽ ഞങ്ങൾക്ക് ആശ്രയത്തിന് ഫുഡ് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയായി പോയി. വീട്ടിൽ വാടക കൊടുക്കാൻ ഇല്ല. അങ്ങനെ എല്ലാം ബ്ലോക്കായിരുന്ന സമയത്താണ് എൻ്റെ അമ്മ എൻ്റെ അതിന് ശേഷം എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായി. എൻ്റെ അമ്മ കണ്ടിട്ടില്ല. എൻ്റെ അച്ഛനും എൻ്റെ അമ്മേൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ല. ഒരു സഹകരണം അതിന് ശേഷം എൻ്റെ അമ്മയായിട്ടും ഉണ്ടായിട്ടില്ലേന്ന്. അതിന് ശേഷം 2018 എൻ്റെ അമ്മ 19-20 കോവിഡ്. 2018 എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല. ഞാൻ അറിഞ്ഞ് എങ്ങനെ എൻ്റെ ചേട്ടായും ഞാനും കൂടെ മെഡിക്കൽ കോളേജിൽ വന്ന് കണ്ടപ്പോ അമ്മയ്ക്ക് ഒട്ടും വയ്യ. ഞാൻ പറഞ്ഞു അമ്മ എന്നോട് ക്ഷമിക്കണം, എൻ്റെ അറിവില്ലായ്മ ഞാൻ ചെയ്തു പോയ തെറ്റുകളാണ്, എൻ്റെ അമ്മ ക്ഷമിക്കണേ അമ്മ. ഞാൻ അമ്മയെ ക്ഷമ ചോദിച്ചു, അമ്മയോട് ക്ഷമിച്ചു. അമ്മയെ ഒരു മക്കളും ചെയ്യാൻ പാടാത്തതൊക്കെ ഞാൻ ചെയ്യാൻ പാടില്ലാത്തയും പറയാൻ പാടാത്ത രീതിയൊക്കെ ഞാൻ എൻ്റെ അമ്മയോടും എൻ്റെ അച്ഛനോടും ചെയ്തിട്ട് ഞങ്ങൾക്ക് ക്ഷമ ചോദിച്ച് അന്നോട്ട് എൻ്റെ അമ്മയോട് ഞങ്ങൾ സഹകരണം തുടങ്ങി. സത്യം ഞങ്ങൾ മക്കളെ കണ്ട ഭയങ്കര സന്തോഷം. എനിക്ക് അമ്മയ്ക്ക് ആദ്യം അത്ഭുതവും സന്തോഷവും വെച്ചാൽ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റി. കാരണം ഇന്നും എല്ലാവരും പറയുന്നത് ഞാൻ എന്തോ ഓപ്പറേഷൻ ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതെന്നാണ്. പക്ഷേ സത്യം എൻ്റെ യേശുവപ്പ എനിക്ക് എൻ്റെ നാവിൽ തൊട്ടു, എൻ്റെ അകത്തെ നീക്കി എന്നെ നാവിൽ തൊട്ട് സൗഖ്യം നൽകി. എൻ്റെ ദൈവത്തെ ഉയർത്തുവാൻ ഇന്ന് ഈ നാവ് ഞാൻ ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ അമ്മയോട്ട് പിണക്കം മാറി. എൻ്റെ മക്കളെ കണ്ട് അങ്ങനെ 2019 ആയപ്പം ഫുള്ള് ഷോർട്ടേജ് ആയി. വീട്ടിലെ അവസ്ഥയൊക്കെ വലിയ വാടക കൊടുക്കാൻ പോയി വയ്യാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞ് മക്കളെ നിങ്ങൾ അവിടെ വാടക കൊടുത്ത് അവിടെ താമസിക്കുന്നേക്കാൾ നല്ലതല്ലേ, നിങ്ങൾ ഇവിടെ ഒരു വീടുണ്ടല്ലോ, നിങ്ങൾ വേങ്ങോട് വാ, വേങ്ങോട് കട്ടിയായിട്ട് വാ, ഇവിടെ വീടുണ്ടല്ലോ, ഇവിടെ ആരുമില്ല, നിങ്ങൾ ഇവിടെ താമസിക്കാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ ദൈവം ചെയ്ത അങ്ങനെ ഒരു അത്ഭുതമാണ്. കാരണം ഈ നായർ സമുദായം ഇവിടെ എല്ലാം നായരാണ്. വേറെ ഒരു ജാതി, വേറെ മുസ്ലിം ഇല്ല, ക്രിസ്ത്യാനി ഇല്ല, പറയറില്ല, ഒരു ജാതി ഇല്ല. ഇത് ഒറ്റ ജാതി ഒരു നായേഴ്സ്. ഈ നായേഴ്സിന്റെ ഞാൻ എങ്ങനെ വരും? വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ, എന്റെ കൊച്ചുങ്ങളുടെ അവസ്ഥ എന്തായാലും വിദ്യാഭ്യാസം. ഞാൻ അതാണ് ആദ്യം ചിന്തിച്ചു, ചില കാര്യങ്ങൾ എങ്ങനെ ബ്ലോക്ക് ആകുമോ, അല്ലെങ്കിൽ ഞങ്ങൾ സൂക്ഷിച്ച് എങ്ങനെ പോകും എന്നൊക്കെ ഞാൻ ഭാരപ്പെട്ടു. കാരണം വേറെ ഒന്നും ആരും ഹെൽപ്പ് ചെയ്യില്ല, ഒരില്ലാരും മറ്റൊരു രീതിയിലാണ് കാണാം. കാരണം അതുവഴിയും നാട്ടുകാർക്ക് ഞാൻ തലവേദനയിൽ നാട്ടുകാർ ചീത്ത വിളി, അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ എല്ലാവർക്കും ഞാൻ ഭാരമായ വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ ഇങ്ങനെ തിരിച്ചു വന്ന് എങ്ങനെ അംഗീകരിക്കും എന്നൊക്കെ ഞാൻ സ്വയം ചിന്തിച്ചിരുന്നു. പക്ഷെ അമ്മ പറഞ്ഞു മക്കളെ നിങ്ങൾ ഇങ്ങ് വാ, എന്തായാലും നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ തിരുവനന്തപുരം സിറ്റിയിൽ വാടകയൊക്കെ മാറി നേരെ ഇവിടെ ഈ ഗ്രാമത്തിൽ വീണ്ടും വരെ ഞാൻ ജനിച്ചു വളർന്ന ഈ ഗ്രാമത്തിൽ എൻ്റെ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ് ഇവിടത്തെ എൻ്റെ കത്ത എന്നെ കൊണ്ടുവന്നത്. കാരണം നിന്നെ എവിടെയൊക്കെ നിന്ദിക്കപ്പെട്ടു, എവിടെയൊക്കെ തല്ലപ്പെട്ടു, അവിടെയൊക്കെ ദൈവം മാനിക്കണം, ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ എന്റെ ജനിച്ചു വളർന്ന അതേ ദേശത്ത് ഞാൻ ഇവിടെ വന്നു. 2019, 20, 21, 2019 ഞാൻ ഇവിടെ വരുന്നതാണ്. കോവിഡാണ്. എൻ്റെ മോനും എൻ്റെ ഓമയില് ഫ്രെഡി 7 പഠിക്കുന്നു. മോളന്ന് 2, 3. എൻ്റെ ഓമയിൽ അങ്ങനെ ഇവിടെ വന്നു. 2019 ഇവിടെ വന്നു. കോവിഡ് സമയം വരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ 2025 ഞങ്ങൾ ഈ ദേശത്താണ് താമസിക്കുന്നത്. എല്ലാം സഹകരിക്കുമെങ്കിലും ഞാൻ എന്താ വേറെ ഒന്നില്ല. ബന്ധക്കോസിൽ പോയതാണ് വിഷയം. വേറെ ക്രിസ്ത്യൻസ് മാർത്തോമയുടെ കത്തോലിക്കയുടെ വേറെ പോയാലും കുഴപ്പമില്ല. നീ ബന്ധക്കോസിൽ പോയ എന്തിന്? നീ ഇങ്ങനെയാണ് അല്ലേനല്ലോ, നീ ഇത്രയും മോഡേണായി ഇത്രയും അടിച്ചു പൊളിക്കാൻ പോകച്ച നീ എങ്ങനെ കമ്മലുമാലയൊക്കെ ഊരി ഇങ്ങനെയൊക്കെ ഊരിയിട്ട് ഇങ്ങനെ നടക്കുന്നെങ്കിൽ നാണയില്ലേ എന്നൊക്കെ ചോദിച്ച് ഇന്നും ചോദിക്കുന്ന സമൂഹത്തിന് മുമ്പിലാണ് ഞാൻ ജീവിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഈ നായ സമുദായത്തിന് എൻ്റെ ദൈവം എന്നെ ഇത്രത്തോളം പിടിപിടിച്ച് ഇവിടെ വന്ന് ഞങ്ങള് ആസിസി ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയിൽ പറഞ്ഞല്ലോ, ആ ഓട്ടോറിക്ഷ കൊണ്ട് ഇവിടെ വന്ന് ഇവിടെ പക്ഷെ നല്ല സൗകര്യമാണ്. നല്ല മുറ്റമൊക്കെ ഉണ്ട്. എല്ലാം നല്ല സൗകര്യമുള്ള വീടാണ്. നല്ല മുറ്റം വരെ വണ്ടി വരും. നല്ല സൗകര്യമുള്ള വീടാണ്. അങ്ങനെ ഞങ്ങൾ ഈ ഓട്ടോറിക്ഷ ഫുഡ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ കാറ് ഒരു ദേവദാസൻ ഞങ്ങൾ ചോദിച്ചു, കാറ് എന്തെങ്കിലും സഹായം വേണ്ടി ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് കാറ് വേണമെന്ന് പറഞ്ഞു. കൊച്ചിയിൽ ഞങ്ങൾ പോയി, ഞാനും എൻ്റെ പ്രിയപ്പെട്ടവർ കൊച്ചിയിൽ പോയി ആ കാർ എടുത്തോണ്ട് വന്ന്
പിന്നെ ഞങ്ങൾ പരസ്യങ്ങള് ഫുഡ് കൊടുപ്പ് എല്ലാം ആ കാറിലായിരുന്നു ഞങ്ങൾ ശുശ്രൂഷകളെല്ലാം ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ദൈവം ഇതുവരെ നടത്തി. കാരണം ദൈവം നടത്തി. ഞങ്ങളെ യോഗ്യതയില്ല, ഞങ്ങളെ കഴിവല്ല. പ്രിയ ദൈവമക്കളെ, ഞങ്ങൾ ഒരു പുകഴ്ചയില്ല. കർത്താവിന്റെ മനസ്സലിവ് കൊണ്ടാണ് ഈ പാവിയായന, ഈ ദോഷിയായന ആർക്കും വേണ്ടാത്ത. കാരണം എല്ലാരും തള്ളപ്പെട്ട്, എല്ലാരും പറഞ്ഞു ഇനി ഇവിടെ കൊണ്ട് ഒരു ഗതിയില്ല, ഇവിടെ കൊണ്ട് പറ്റത്തില്ല, ഇവിടെ മരിച്ചെങ്കിൽ സത്യം. എന്റെ അമ്മ ഉൾപ്പെടെ, ഇന്ന് എന്റെ അമ്മ ജീവിച്ചിരിക്കൊണ്ട് എന്റെ അമ്മ ഉൾപ്പെടെ പറഞ്ഞു നീ മരിച്ചെങ്കിൽ ഞാൻ രക്ഷപ്പെട്ട എന്ന് പറഞ്ഞ സ്ഥാനത്താണ് ദൈവം എന്നെ ജീവനോടെ സാക്ഷിയാക്കി എന്റെ ദൈവം എന്നെ നിർത്തിയിരിക്കണം. ഇന്ന് ഞാൻ അതുപോലെ ഞങ്ങൾ ഇന്ന് IPC എബനേസർ ചെറിയ സെന്ററിലെ വിശ്വാസിയാണ്. അതുപോലെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ദൈവം ഒരു സഭ തന്ന്. പിന്നെ നമ്മുടെ വെള്ളുമണ്ണടി എന്ന് പറയുന്നത് കാക്കക്കുൻ എന്ന തനി ഒരു കോളനിയാണ്. കോളനിന്നും പറയാൻ പറ്റൂല, ആദിവാസി ഊര് എന്ന് പറയാം. അവിടെ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അവിടെ വൈകുന്നേരമാണ് ഞങ്ങൾ സൺഡേ മീറ്റിംഗ്, ശനിയാഴ്ച മീറ്റിങ്ങും ഉണ്ട്. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന വൈകുന്നേരമാണ്. എല്ലാം വൈകുന്നേരം ഞങ്ങൾ ആക്കിയിരിക്കുന്നത്. വൈകുന്നേരം അവിടെ ആളുള്ളൂ. അത് ഇങ്ങനെ ഒരു പരസ്യയോധന പോയാണ്. ഞങ്ങൾ ദേവദാസൻ പറഞ്ഞ് ഇന്ന സ്ഥലത്ത് ഒരു പരസ്യം ചെയ്താൽ അനേകമായിരിക്കും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് പരസ്യം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾ സാക്ഷ്യം കേട്ട് ഞങ്ങൾ വചനം പറഞ്ഞപ്പോൾ അനേക അപ്പച്ചന്മാരും അമ്മച്ചിമാരും സഹോദരന്മാരും അവരൊക്കെ ഈ കയ്യിൽ നൂലും കെട്ടി മുറുക്കാൻ തേറ്റി, കൊച്ചു പിള്ളേർ ഉൾപ്പെടെ മുറുക്കാൻ തേന്ന് ആക്രി പറക്കണ ഒരു തനി ആദിവാസികളെ ഒരു പഠിത്തമൊന്നുമില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങൾ പഠിക്കാനും പോലും ഇങ്ങനെ തന്നെ ആക്രി പറക്കി നടക്കണ പുള്ളി. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഈ സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ എല്ലാരും പറഞ്ഞു പാസ്റ്റർ ഞങ്ങൾക്ക് എല്ലാം യേശുവിനെ ഇഷ്ടമാണ്, യേശുവിന്റെ കൂടെ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, പാസ്റ്റർക്ക് ഡെയിലി വരണം. അപ്പൊ ഞങ്ങൾ ഡെയിലി പറ്റൂല. അപ്പൊ ദേവദാസൻ പറഞ്ഞ്, അതിന്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം, എനിക്ക് ഒരു കൊച്ചു ഷെഡെങ്കിലും വേണം, വന്നുണ്ടെങ്കിൽ ആരാധന നടത്താൻ പറ്റും, പ്രാർത്ഥന നടത്താൻ പറ്റും. അപ്പൊ അവിടെ ഒരു കണ്ണ് കാണാൻ വഹിച്ച സീത എന്ന് പറഞ്ഞ ആ മാതാവിന്റെ വീട്, ആ മാതാവ് മാത്രമേ ഉള്ളൂ. ആ മാതാവിന്റെ വീട് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ അവിടെ ആരാധന തുടങ്ങി, ചെറുതായിട്ട് ആരാധന തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഉള്ളവരൊക്കെ വന്ന് പക്ഷെ അവർക്ക് യേശു എന്ന് പറയുന്ന ജീവനാണ്. സത്യം പറഞ്ഞാൽ യേശു എന്ന് വെച്ചാൽ അവർക്ക് മരിക്കുക അത്ര ഭയങ്കര സ്നേഹമാണ് അവർക്ക്. ആ സ്നേഹം കാണുമ്പോൾ സത്യം നമ്മൾക്ക് കുറെ പഠിത്തം അല്ലെങ്കിൽ കുറെ എന്താ ലോക പരിചയം വെച്ചുകൊണ്ട് യേശുവിനൊന്ന്, പക്ഷെ അവരങ്ങനെ ഹൃദയംഗമായി നിഷ്കളങ്കമായി അവർ യേശുവിനെ കരയും. ആരാധന കാണുമ്പോൾ കരയും. അത്രമാത്രം പാവം പിടിച്ച കുറെ പാവപ്പെട്ട വിശ്വാസികളാണ്. പക്ഷെ എല്ലാവരും മുറുക്കാണ്. പക്ഷെ ഇപ്പൊ മാറ്റമുണ്ട്. അപ്പൊ എല്ലാവരും മുടക്കാനൊന്നുമില്ല. വീണ്ടും സ്കൂളുകളിൽ, അടുത്തുള്ള സ്കൂളുകളിൽ അഡ്മിഷനൊക്കെ ഞങ്ങൾ ഓക്കെ ആക്കി കൊടുത്തു. ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ സഭാ ശുശ്രൂഷയുണ്ട്. ദൈവം അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങള് ഈ ദേശത്ത് എന്റെ പ്രാർത്ഥന, ഈ ദേശത്ത് അനേകർ യേശുവിനെ അറിയണം. ഈ വിഗ്രഹങ്ങൾ വിട്ട്, ജാതി വിഗ്രഹങ്ങൾ വിട്ട് സത്യദൈവത്തെ, നിത്യജീവനായ കർത്താവിനെ അറിയണം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഈ നായ സമുദ്രത്തിന് എന്നെ രൂപാന്തരപ്പെടുത്തി എന്റെ ദൈവത്തിന് വാസ്തവമായി ഈ ജനത്തെ വിടുവിക്കാനും രൂപാന്തരപ്പെടുത്താനും കഴിയും. അത് ഞാൻ വിശ്വസിക്കുകയാണ്. ഞങ്ങളെ ചർച്ച് മിനിസ്ട്രി ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങളെ ഫുഡ് മിനിസ്ട്രി ദൈവം ഇനി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ ഞങ്ങളെ ശുശ്രൂഷ എല്ലാം സുഖദൈവം അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് ഇവിടെ ഇങ്ങനെ അരോമ TV ഇങ്ങനെ അവസരം തന്നെ ഡാനിയൽ ജോൺ പാസ്റ്റർക്കും എന്റെ ശബ്ദം കേട്ടുകൊണ്ട് എല്ലാ ദൈവമക്കൾക്കും അറിയാൻ നന്ദി പറയുന്നു. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ നാം ഓരോരുത്തരും കർത്താവിനോട് അടുത്ത് ചെല്ലുക. ആ ജീവന്റെ പുസ്തകത്തിൽ പേര് കാണപ്പെടുക. നമ്മൾ കർത്താവ് സ്വന്തം രക്ഷയെ സ്വീകരിക്കുക. മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുക നമ്മൾ ആകാശത്തിന് ഭൂമിക്ക് മീതെ നഗരപ്പെട്ട ഒരേ ഒരു നാമം നമ്മൾ യേശു ക്രിസ്തുവിന്റെ നാമം. ആ നാമം മുറുകെ പിടിക്കുക. നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ എല്ലാം ദൈവസന്നിധി പറയുക. നമ്മൾ ഒരു മനുഷ്യരത്തും പറയരുത്. ഒരു മനുഷ്യന്റെ മുമ്പിൽ ചെന്ന് കരയാൻ പാടില്ല. നമ്മൾ ആരംഭി കരയണം. കർത്താവ് യേശു ക്രിസ്തുവിന് മുമ്പിൽ നീ കരയോ, ദൈവം അതിന് ഉത്തരം തന്നിക്ക്. ഒരിക്കലും നമുക്ക് ഈ ലോകത്തിൽ പല ബന്ധുക്കളുണ്ട്. പക്ഷെ ഒരു ആപത്ത് വരുമ്പോൾ, എന്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത്, ഒരു ആപത്ത് വരുമ്പോൾ ആരും കാണത്തില്ല, ഒരു കുഞ്ഞുങ്ങൾ കാണത്തില്ല, ഒരു താകരം തരാൻ അല്ലെങ്കിൽ കൂടെ നിർത്തി നീ ഭാരപ്പെട്ട എന്ന് പറയാൻ ഒരു കുഞ്ഞുങ്ങളും കാണത്തില്ല. കർത്താവ് യേശു ക്രിസ്തു മാത്രമേ ഉണ്ടാവുള്ളൂ. ആ മാറോട് ചേർന്ന മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. കാരണം സമാധാനം കിട്ടാൻ വേണ്ടി ഇന്ന് ജനങ്ങൾ എന്റെ മദ്യത്തിനും മയക്കുമരുന്നിനും ഓരോന്നിനും ആശ്രയിക്കും. പക്ഷെ അവിടെ എങ്ങും ആർക്കും സമാധാനം കിട്ടത്തില്ല. പ്രിയ ജനമേ, നിനക്ക് സമാധാനം കിട്ടണം, യേശു ക്രിസ്തുവിന്റെ അടുത്തുവാ. അവിടെ സമാധാനമുള്ളൂ, സന്തോഷമുള്ളൂ. കാരണം ഞാൻ ഈ സമാധാനം കിട്ടുന്ന കുറെ പൂജകളും കർമ്മങ്ങളും ലോകപരമായ കുറെ ഓടി വ്യക്തിയാണ്. പക്ഷെ അവിടെ എങ്ങും സമാധാനം കിട്ടിയിട്ടില്ല.
സമാധാനം കിട്ടിയത്. എൻ്റെ യേശുവിനെ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ, യേശുവിനെ സ്വന്തം രക്ഷയെ സ്വീകരിച്ചപ്പോൾ, ആ യേശുവിൻ്റെ അകത്ത് എൻ്റെ പാപങ്ങൾ ഞാൻ ഏറ്റു പറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനം കിട്ടിയത്, എനിക്ക് സന്തോഷം കിട്ടിയത്, നല്ല കുടുംബജീവിതം കിട്ടിയത്, നല്ല മക്കളെ കിട്ടിയത്. ഇന്ന് ഈ ഭൂമുഖത്ത് ജീവനോടെ ഇരിക്കാൻ കാരണം തന്നെ എൻ്റെ യേശുവപ്പനാണ്. എൻ്റെ യേശുവപ്പനെ കഴിഞ്ഞ ഒന്നും ഈ ലോകത്തില്ല. എൻ്റെ യേശുവൻ കഴിഞ്ഞ എനിക്ക് എന്തോ ഉള്ളു. കർത്താവ് രാജായി വീണ്ടും വരും. തൻ്റെ പ്രിയതമയെ ചേർക്കാൻ വേണ്ടി വീണ്ടും വരുമ്പോൾ നമുക്കും ആ വരവ് എടുക്കപ്പെടുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടിയന് അവസാനം തന്നെ അടിയമ്മ ടി വി എല്ലാ പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അടിയൻ താണിരിക്കുന്നു. സ്തോത്രം. ലിജി സിസ്റ്റർ, ഓ ഒരു അതിഗംഭീരമായ ഒരു സാക്ഷ്യം. യേശുവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു ഗുണ്ടയായനെയായിരുന്നില്ലയോ? ശരിക്കും സത്യം. ശോഭ ജോർജിനെ പോലെയൊക്കെ പിന്നെ ഒരു ഗുണ്ടയെ ഞാനും മാറിയാണ്. സത്യം. അതന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് സത്യം സമാധാനം കിട്ടിയത് ഈ വിശുദ്ധ കഴുത്ത ബൈബിൾ എടുത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ എന്നെ മരിച്ചാനാ. പക്ഷേ സത്യം. പക്ഷെ ഒരു ഗുണ്ടയായി പോയിരുന്നെങ്കിൽ ഇന്നിങ്ങനെ സാക്ഷ്യം പറയാൻ പറ്റുമായിരുന്നില്ല, അല്ലയോ? ഇല്ല, പക്ഷെ ഒരിക്കലും ഇല്ല. ചെറുപ്പത്തില് സാധാരണ പെൺകുട്ടികളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. അത് മാതാപിതാക്കന്മാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഒക്കെ ഒത്തിരി വിമർശനങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് പെൺകുട്ടികളുടെ കൂടെയാണ് സാധാരണ പെൺകുട്ടികൾ കൂട്ടുകൂടാറുള്ളത്. എന്നാൽ തികച്ചും വ്യത്യസ്തമായിട്ട് ആൺകുട്ടികളുടെ കൂടെ കൂട്ടുകൂടുകയും പെൺകുട്ടികളോട് കൂടാതിരിക്കുകയും അതുപോലെ ആൺകുട്ടികളോടൊപ്പം കറങ്ങി നടക്കുന്ന, അടിച്ചു പൊളിച്ച് നടക്കുന്ന, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഒരു ഒക്കെ ആയിരുന്നു. എന്തായാലും സംഭവബഹുലമായ ഒരു ജീവിതം നയിച്ചു. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നത് കൊണ്ട് ആ വഴികളിലൊക്കെ പോയി ജീവിതം അവസാനിച്ചു പോകാതെ ആത്മഹത്യയ്ക്ക് വേണ്ടിയൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞു. എന്നാൽ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിക്കുവാൻ ദൈവം മാറ്റി നിർത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചെറുപ്പത്തിൽ തന്നെ ഒരു ദേവീ പരിവേഷമൊക്കെ കിട്ടി. അല്ലെങ്കിൽ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ആ ഒരു പരിപാടിയും അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു നിലയിലേക്കും ഒക്കെ നിയോഗിക്കപ്പെട്ട് ആ ഒരു ജീവിതമൊക്കെ കുട്ടിക്കാലത്ത് നയിച്ചു. പക്ഷേ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. ഇന്ന് അനേക പ്രിയപ്പെട്ടവർക്ക് അവരുടെ കണ്ണുനീരൊപ്പുവാൻ, അവരുടെ വിശപ്പടക്കുവാൻ, അവരുടെ നഗ്നത മറയ്ക്കുവാൻ, അവരെ സാന്ത്വനിപ്പിക്കുവാൻ, അവരോട് ആശ്വാസം പറയുവാൻ, യേശുവിനെക്കുറിച്ച് പറയുവാൻ, അവരെ സ്നേഹിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാനൊക്കെ ഈ ചെറിയ ആയുസ്സിൽ തന്നെ ദൈവം അവസരങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അസാധാരണമായ ഒരു കാര്യമാണ്. പലപ്പോഴും നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് പണച്ചിലവും അതിനു വേണ്ടിയുള്ള പിടിപാടുകളും എല്ലാം ഒത്തു വന്നിട്ട് എല്ലാം ഒക്കെ ഒന്ന് സെറ്റപ്പ് ആയതിനു ശേഷം ചെയ്യാമെന്ന് പലരും വിചാരിക്കുമ്പോൾ, അല്ലെ അങ്ങനെയുള്ളവർ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, ശൂന്യതയിൽ ഒന്നുമില്ലാത്ത സമയത്ത് വിശ്വാസത്തോടെ ഇറങ്ങിത്തിരിച്ച് അനേകരുടെ വിശപ്പകറ്റുവാൻ, കണ്ണുനീരൊപ്പുവാൻ, അവർക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷകൾ ചെയ്യുവാനൊക്കെ ഇന്ന് ദൈവം ഉപയോഗിക്കുന്നു എന്നറിയുവാൻ കഴിഞ്ഞു. ഒരർത്ഥത്തിൽ ഒരു ഗുണ്ടയെ വിവാഹം കഴിച്ചത് അദ്ദേഹത്തോടൊപ്പം കറങ്ങി നടന്ന് പേടിക്കാതെ ധൈര്യമായിട്ട് ആ നിലയിലൊക്കെ ഒന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിക്കുവാൻ പ്രശ്നങ്ങളുടെ നടുവിൽ വെല്ലുവിളിക്കുന്നവരുടെ മുൻപാകെ ഒക്കെ സകല വെല്ലുവിളികളും ഏറ്റെടുത്തുകൊണ്ട് ഇന്ന്
കർത്താവിന് വേണ്ടി പ്രസംഗിക്കുന്നു, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട, സ്വാഗതാർഹമായ, ശ്ലാഘനീയമായ നല്ല ശുശ്രൂഷ നിങ്ങൾ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ ഏറെ അവസരങ്ങളും കർത്താവ് ഒരുക്കി തരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് പ്രിയ ലിജി സിസ്റ്ററിൻ്റെ ജീവിതാനുഭവം നിങ്ങൾക്ക് പ്രേരണ, പ്രചോദനം പകരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ കുടുംബത്തെ നിങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുവാൻ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുവാൻ പ്രത്യേക അപേക്ഷിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസ്ഥലം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹൃദയംഗമായി നാം പരസ്പരം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ലിജി സിസ്റ്റർ അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചുരുക്കം വാചകങ്ങളിൽ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സുഖി നല്ല കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പ, സ്തുതിക്കുന്നപ്പ. ആരും ടിവിയിലെ എല്ലാ പ്രേക്ഷകരും ഒന്ന് പ്രാർത്ഥിക്കുന്നു, ആയിരിക്കുന്ന സാധ്യതയും സൂക്ഷിക്കണേ, പരിപാലിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും രക്തം കൊണ്ട് മുദ്രേനേന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഇന്ന് കേട്ട് പറഞ്ഞ ഈ സാക്ഷ്യം അവരുടെ ഓരോരുത്തരും ജീവിതത്തിൽ അനുകൂലമായി തീരണേ. അപ്പൊ ദൈവമേ, കർത്താവിന്റെ കൂടുതൽ അറിയുവാൻ, കർത്താവിന്റെ മനസ്സിൽ സ്വീകരിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കണേന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ആരെങ്കിലും കർത്താവ് രോഗത്താ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ ദൈവമേ അങ്ങനെ അതിവേഗം ഉടനെ വർജന സൗഖ്യം എന്റെ യേശുപ്പ് അയക്കണേ അപ്പ. സമാധാനമില്ലാതെ ആരെങ്കിലും ആയിരിക്കണമെങ്കിൽ സുഖത്ത് ദൈവമേ, ലോകം തരാത്ത സമാധാനം തന്ന കർത്താവെ, സമാധാനത്തോടെ അയപ്പാൻ ദൈവ ഇടയാക്കണേന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ദൈവ എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചുക്കാൻ പിടിക്കുന്ന എല്ലാ മുമ്പിലും പിമ്പിലും നിൽക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആരും ടി വി എല്ലാ ഭാരഭാഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരും അങ്ങ് അനുഗ്രഹിക്കണേ. പ്രത്യേകമായി ഞാൻ ഭാഷ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അടിയനെയും കുടുംബമായി താത്തി ഏൽപ്പിക്കുന്നപ്പ. പ്രാർത്ഥന യാചനയുടെ നല്ല കൃപയ്ക്കായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പ്രിയ ലിജി സിസ്റ്റർ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കുന്ന ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിനുവേണ്ടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് പ്രിയ സിസ്റ്ററിനോടും കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകരുടേതായ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമമായി കൂടെ മുഖാന്തരമായി തീരും. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സംബന്ധിപ്പാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ ബന്ധപ്പെടൂ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചന ചിന്തയുമായി വീണ്ടും കൂടി കാണുവരും. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.